السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى، فلا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا. هذا ومن توحيدهم إثبات أو صف الكمال لربنا الرحمن، كعلوه سبحانه فوق السماء واتي العلا والفوق كل مكان، وهو الذي حقا على العرش استوى قد قام بالتدبير بالأكوان. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലും സമീപ വശങ്ങളിലും ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി കാരണവന്മാരെ, പണ്ഡിതന്മാരെ, എടവണ്ണയിലെ നല്ലവരായ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും ഈ സംഘാടനവും ഈ സംസാരവുമൊക്കെ ഈ കേൾവിയുമൊക്കെ സ്വാലിഹായ ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുജാഹിദ് പ്രസ്ഥാനം നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, മത തീവ്രവാദങ്ങൾക്കെതിരെ, മത രാഷ്ട്രവാദങ്ങൾക്കെതിരെ, വിഘടനവാദങ്ങൾക്കെതിരെ, ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും ഖുറാഫാത്തിൻ്റെയും കോട്ടക്കൊത്തളങ്ങളിൽ ജനഹൃദയങ്ങളെ തളച്ചിടാനുള്ള പൗരോഹിത്യ ശ്രമത്തിനെതിരെ വളരെ ശക്തിയായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന
ഈ പ്രസ്ഥാനം അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വ്യത്യസ്ത പരിപാടികൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം വരെ ഈ ഹിദായത്തിൻ്റെ മാർഗത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിൽ വിശ്വാസ ആചാര കർമ്മങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകാവസാനത്തിൻ്റെ അടയാളമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഒരുപാട് പ്രവചനങ്ങൾ, ലോകത്ത് വരാനിരിക്കുന്ന ചെറുതും വലുതുമായ അടയാളങ്ങൾ അശ്റാത്തുസ്സാഅ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ വലിയ ഫിത്നകൾ ഉണ്ടാകും എന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഒരു ഹദീസ് സ്വഹാബികൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതായി റിവായത്ത് ചെയ്യുന്ന ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മശ്രിഖിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടുന്ന് വിശദീകരിച്ചു, അലാ ഇന്നൽ ഫിത്നത ഹാഉന, നിശ്ചയമായും ഫിത്നകൾ, മുസ്ലിമീങ്ങൾക്കിടയിലെ കുഴപ്പങ്ങൾ, ഫസാദുകൾ അവിടെ നിന്നാണ് ഉടലെടുക്കുന്നത്, വരുന്നത് അറിയണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അലാ ഇന്നൽ ഫിത്നത ഹാഉന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ നിന്നാണ് അത് വരുന്നത്. പിശാചിന്റെ കൊമ്പെടുക്കൽ അഥവാ അവൻ തലപൊക്കൽ അവിടെ നിന്നാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നകളുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഹദീസിൽ നിന്ന് വളരെ ഗൗരവമുള്ള ചില സന്ദേശങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ആ നാട് മശ്രിഖ് എന്ന് പറയുന്നത് നമുക്കറിയാം നിഷേധങ്ങളുടെ ഹെഡാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അതിനെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം കിതാബുൽ ഫിത്തൻ എന്ന അധ്യായത്തിൽ വളരെ കൃത്യമായി ഈ ഹദീസ് അത് മശ്രിഖിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ ഹദീസ് വിശദീകരണ പണ്ഡിതന്മാർ, വ്യാഖ്യാന പണ്ഡിതന്മാർ വ്യക്തമാക്കി ഇറാഖ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഹദീസ് പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമാക്കി തന്നു. അതിനും ഹദീസിന്റെ വിശദീകരണമാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആമുഖം അധികരിപ്പിച്ച് സംസാരിക്കാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മുദ്ദിലും സ്വാഇലുമൊക്കെ ബർക്കത്ത് ചൊരിയണം അല്ലാഹ്. ആ സന്ദർഭത്തിൽ ഷാമിന് വേണ്ടിയും യമനിന് വേണ്ടിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തിന് വേണ്ടി, ബർക്കത്ത് ചൊരിയാൻ വേണ്ടി ദുആ ചെയ്തപ്പോൾ ഇറാഖുകാരനായ ഒരു സ്വഹാബി പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിന് വേണ്ടിയും ഇറാഖിന് വേണ്ടിയും ദുആ ചെയ്യണം, ബർക്കത്ത് ചൊരിയാൻ വേണ്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് സാധ്യമല്ല, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയില്ല. കാരണം അവിടെ നിന്നാണ് വമ്പിച്ച ഫിത്നകൾ ഉടലെടുക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. തൊബറാനിയിൽ ഈ റിവായത്ത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസുകളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കി തരുന്നു, ഫിത്നകളുടെ തുടക്കം, മുസ്ലിമീങ്ങൾക്കിടയിലെ ഫസാദുകളുടെ കുഴപ്പം യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ്. അത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ഇവിടെ പുലർന്നിട്ടുണ്ട്. ലോകത്ത് നമുക്കറിയാം, നബി കുടുംബത്തിന് വേണ്ടി മുതലക്കണ്ണീരൊഴിക്കുന്ന ഖവാരിജുകൾ, ഇറാഖികൾ, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടെന്നും
നബി കുടുംബത്തോട് സ്നേഹമാണെന്നും പറഞ്ഞുകൊണ്ട് കള്ളക്കണ്ണീര് മുതലക്കണ്ണീര് ഒഴുക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ, പക്ഷേ ഇസ്ലാമിനോട് സ്നേഹമുണ്ടെന്ന് നടിച്ചുകൊണ്ട് കാപ്പട്യം കാണിച്ച് മുന്നോട്ട് നീങ്ങിയവരാണ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന അവരിലെ നേതാക്കന്മാരിൽപ്പെട്ട ആ വ്യക്തി 40 നാൾ തന്റെ കടാരയിൽ വിഷം പുരട്ടിക്കൊണ്ട് അതേ ഒളിഞ്ഞു നടക്കുകയും മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ കൂഫ പള്ളിയിൽ വെച്ചുകൊണ്ട് സുബഹി നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ കടാര കുത്തിക്കയറ്റി അതേ നബി കുടുംബത്തോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ കാപ്പട്യം കാണിച്ച ആ വ്യക്തി കുത്തിക്കയറ്റിക്കൊണ്ട് വലിയ ഫസാദ് ഉണ്ടാക്കി എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിന് വിഷം കൊടുത്തുകൊണ്ട് അവർ കൊന്നു. നബി കുടുംബത്തോട് അവർക്ക് സ്നേഹമുണ്ടായിരുന്നില്ല. ഇസ്ലാമിനോടോ ഇസ്ലാമിന്റെ ആദർശത്തോടോ ഇസ്ലാമിന്റെ പ്രമാണങ്ങളോടോ അത് വെച്ച് പുലർത്തി നടക്കുന്ന ആളുകളോടോ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് സ്നേഹമുണ്ടായിരുന്നില്ല. പക്ഷേ സ്നേഹമാണ്, ആദർശമാണ്, ഞങ്ങളാണ് അതിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിത്നകൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ചുകൊണ്ട് കൊല്ലുമ്പോൾ ഇതേ കാര്യമാണ് ഇവർ പറഞ്ഞത്. നബി കുടുംബത്തോട് സ്നേഹമുള്ളവരാണ് എന്ന് വാദിച്ചിരുന്ന ആളുകളിൽ നിന്നാണ്, അഥവാ ഇറാഖുകാരിൽ നിന്നാണ് ഈ ഫിത്നയും ഉണ്ടായിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് തന്നെയാണ് ഖവാരിജുകളും ഷിയാക്കളും റാഫിദിയാക്കളും അതേപോലെ തന്നെ ബാത്തുനിയാക്കളും ഖദരിയാക്കളും ജഹ്മിയാക്കളും മുഅ്തസിലിയാക്കളും അങ്ങനെ തുടങ്ങി മജൂസികളും സർദശിദികളും മാനവിയകളും മർസ്ദഖിയകളും ഒക്കെ ഈ പറഞ്ഞ കക്ഷികൾ ഇസ്ലാമിന്റെ പേരിൽ പ്രമാണങ്ങളിൽ നിന്ന് ഭിന്നിച്ചു പോയി, കുഫറിലേക്ക് പോയി, നിഷേധങ്ങളിലേക്ക് പോയി, ഇസ്ലാമിസ്റ്റുകളാണെന്ന് വാദിച്ച് അതേ കാപ്പട്യം കാണിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ ഊഹങ്ങൾ ഉണ്ടാക്കി, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി, വമ്പിച്ച ഫസാദുകൾ ഉണ്ടാക്കിയവരാണ്. ഇതൊക്കെ തുടങ്ങിയത്, ഇതൊക്കെ ഉടലെടുത്തത് ഇറാഖിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. അപ്പൊ മശ്രിക്കിന്റെ ഭാഗവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടെ നിന്ന് ഫസാദുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഫസാദുകൾ വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കാൻ, ശത്രുതയുണ്ടാക്കാൻ, പ്രമാണങ്ങളെ നിഷേധിക്കാൻ, ഐക്യത്തോടുകൂടി ആദർശവുമായി മുന്നോട്ട് നീങ്ങുന്നവരിൽ ഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി കുൽസിത ശ്രമങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തള്ളിപ്പോയിട്ടുണ്ട്, പടർന്നു പോയിട്ടുണ്ട്, പന്തലിച്ചിട്ടുണ്ട്. ആ ഫസാദുകളിൽ, ആ ഫിത്നകളിൽ ഒരു ഫിത്നയായി വേണം ആദർശരംഗത്ത് സഹോദരന്മാരെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന, നിഷേധിക്കുന്ന, എന്നിട്ട് ആദർശത്തോടും ആദർശം പ്രചരിപ്പിക്കുന്ന കൂട്ടായ്മയായ ചട്ടക്കൂടായ സംഘടനയോടും അതിയായ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആദർശത്തിന്റെ എതിരാളികളായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന ഫസാദുകളും നമ്മുടെ നാടുകളിൽ, നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് ഉടലെടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം ഘട്ടങ്ങളിൽ, ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രമാണങ്ങൾ എവിടെയാണോ, ആദർശത്തിന്റെ പ്രമാണങ്ങൾ എവിടെയാണോ, ആ പ്രമാണങ്ങളെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി അത് പറയുകയും പ്രചരിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തത് ആരാണോ എന്ന് മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ നിൽക്കുകയാണ് മുജാഹിദുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൂഷണമായിട്ടുള്ളത്. ആ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഒരൽപ്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ തൗഹീദി പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി വാദപ്രതിവാദങ്ങളും ഖണ്ഡനമണ്ഡനങ്ങളും അതേപോലെ തന്നെ സഹോദരന്മാരെ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച ഈ പ്രസ്ഥാനം അതിന്റെ തുടക്കത്തിൽ 1-ാം തീയതി തൊട്ട് അന്നും ഇന്നും ഇനി ഇൻഷാ അല്ലാഹ് എന്നും അന്ന് മനസ്സിലാക്കിയ അതേ തൗഹീദുമായി അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിൽ വളരെ കൃത്യമായി മുന്നോട്ട് നീങ്ങുന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഭിന്നിച്ചു പോയ ഒരുപാട് കക്ഷികൾ കേരളക്കരയിൽ തന്നെ ഉണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. അവർക്ക് നമ്മൾ തിരുത്തി കൊടുത്തു, അവരോട് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. പലരും തിരിച്ചു വന്നു. പക്ഷേ നിഷേധവുമായി മുന്നോട്ട് നീങ്ങിയ ആളുകൾ ലോകത്തുണ്ട്, കേരളക്കരയിലുമുണ്ട്. സഹോദരന്മാരെ, വിശദീകരിക്കാൻ സമയമില്ല. തൗഹീദ് എന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടത് അല്ലാഹ്ക്ക് മാത്രം നൽകണം. അത് ആരാധനയുടെ പരിധിയിൽപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, പ്രാർത്ഥനയാവട്ടെ, ഇസ്തിഗാസയാവട്ടെ, നേർച്ച വഴിപാടുകളാവട്ടെ, ബലികർമ്മങ്ങളാവട്ടെ, ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം റബ്ബിന് മാത്രം നൽകിക്കൊണ്ട് തൗഹീദ് പരിപൂർണമായി അംഗീകരിച്ച് അതിൽ യാതൊരു ലൂസും കാണിക്കാതെ, വിടവ് കാണിക്കാതെ മുന്നോട്ട് നീങ്ങാനാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിച്ചതും പ്രവർത്തിച്ചതും നാളിതുവരെ വന്നതും. അതാണ് അതിന്റെ മാർഗം. അതിൽ നിന്ന് ആരും യഥാർത്ഥത്തിൽ ഇതിൻ്റെതായ ആളുകൾ വ്യതിചലിച്ചിട്ടില്ല. അപ്പൊ തൗഹീദ് ഇസ്ലാമിന്റെ ജീവനാണ്, അടിത്തറയാണ്, അടിവേരാണ്. കാരണം സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന വിഷയമാണ് തൗഹീദ്. പരിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം 72-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ 39-ാം അധ്യായം 65-ാം ആയത്ത്, ആ തൗഹീദിൽ വിള്ളൽ വന്നാൽ, ശിർക്കിലേക്ക് പോയാൽ കർമ്മങ്ങൾ പൊളിഞ്ഞു പാളീസായി പോകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പിശാച് വഴിതെറ്റിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയവും ഈ തൗഹീദിൽ നിന്ന് വഴിതെറ്റിക്കാനാണ്, ശിർക്കിലേക്ക് കൊണ്ടുപോവാനാണ് അവന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമായി അവൻ കാണുന്നതും. അതുകൊണ്ട് അതിനെ ജാഗ്രത കാണിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ശിർക്കിനെ ഭയപ്പെടുന്ന ആ രീതിയിൽ സഹോദരന്മാരെ, ആ ശിർക്ക് വേഗത്തിൽ നമ്മളിലേക്ക് തിരിച്ചു വരും, വളരെ പെട്ടെന്ന് ഉറുമ്പരിക്കുന്നതിനേക്കാൾ രഹസ്യമായി എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞ കാര്യം, അതിനെ അങ്ങനെ തന്നെ ഭയപ്പെടണം എന്നതും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്, തൗഹീദ് എന്താണ് എന്ന് പഠിക്കണം എന്ന് ഇസ്ലാം പറയുന്നു. അത് പഠിച്ചു, അത് അംഗീകരിച്ചു, അത് പ്രചരിപ്പിച്ചു. പക്ഷേ ഇത് പഠിച്ച, അംഗീകരിച്ച, പ്രചരിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ നാളിതുവരെ നമ്മൾ പുലർത്തിപ്പോന്ന, നമ്മൾ വിശ്വസിച്ചു പോന്ന, നമ്മൾ പ്രബോധനം ചെയ്തു പോന്ന 2012 വരെയുള്ള ആ തൗഹീദിൽ ചില ആളുകൾ മായം ചേർക്കുകയും അതിനെ പിന്നീട് മാറ്റിത്തിരുത്തുകയും, ഇതുവരെ പറഞ്ഞ തൗഹീദിൽ ചില മാറ്റങ്ങളുണ്ട്, അതിതാ ഞങ്ങൾ കുറച്ചാളുകൾ പ്രഖ്യാപിക്കുന്നു, അതെല്ലാവരും അംഗീകരിച്ചോളണം എന്നിടത്തേക്ക് കാര്യങ്ങളെ നീക്കുമ്പോൾ മുജാഹിദുകൾക്ക്, മുവഹിദുകൾക്ക്, സലഫികൾക്ക് അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതിനർത്ഥം തൗഹീദ്, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ബാധ്യതയില്ല എന്നല്ല, നമുക്ക് ബാധ്യതയുണ്ട്. പഠിക്കണം നമ്മൾ തൗഹീദ് എന്താണ് എന്ന്, ശിർക്ക് എന്താണ് എന്ന്, ഇസ്തിഗാസ എന്താണെന്ന്. അതേപോലെ തന്നെ ഈ ഇസ്തിഗാസയുടെ വിഷയത്തിൽ, ഈ തൗഹീദിന്റെ വിഷയത്തിൽ വ്യതിചലിച്ചു പോയ, തെറ്റിദ്ധരിച്ചു പോയ സമസ്തക്കാരുടെ നിലപാട് എന്താണ് എന്നും, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നിലപാട് എന്താണ് എന്നും, മടവൂരി പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് 2002-ൽ പിരിഞ്ഞുപോയ ആ മടവൂരി പ്രസ്ഥാനത്തിന്റെ ആളുകൾ, സഹോദരന്മാരെ, അവർ ഈ തൗഹീദിന്റെ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചത് എന്താണ് എന്നതും കൃത്യമായി മനസ്സിലാക്കി, നാളിതുവരെ നമ്മൾ മനസ്സിലാക്കി പോന്ന തൗഹീദും മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രമാണങ്ങളിലുള്ള തൗഹീദും അതിൽ മാറ്റമില്ലാതെ 2012-ലും അതിനുശേഷവും 2012-ന് മുമ്പ് ഏതൊരു തൗഹീദാണോ നമ്മൾ ഇസ്ലാഹി കേരളത്തിൽ പ്രബോധനം ചെയ്തത്, അതേ തൗഹീദുമായി മുന്നോട്ട് നീങ്ങാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നുമാണ് സാന്ദർഭികമായി ആമുഖത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളോടും, പ്രിയപ്പെട്ട ഈ സംസാരം ശ്രദ്ധിക്കുന്ന ആദർശ സുഹൃത്തുക്കളോടും, അതോടൊപ്പം ഈ സംസാരത്തെ നിഷ്പക്ഷമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു തൗഹീദുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളായ, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ, അവരിൽ പണ്ഡിതന്മാരിൽ ഒരു നേതാവാണ് അബ്ദുസ്സലാം സുല്ലമി. അയാൾ ജിന്നും പിശാചുമായി ബന്ധപ്പെട്ട് മലക്കും ജിന്നുമൊക്കെ അബൗദ്ധികമാണെന്നും, അതേപോലെ തന്നെ അങ്ങനെയുള്ള മലക്കുകളോട്, ജിന്നുകളോട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ, സഹോദരന്മാരെ, ആ കാര്യകാര്യ ബന്ധങ്ങളിൽ പെടുന്ന കാര്യങ്ങളും അതിനപ്പുറമുള്ളതും എന്ത് എന്ന് വിശദീകരിക്കാതെ അവരോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്നും, ആ തൗഹീദിൽ നാളിതുവരെ അദ്ദേഹത്തിന്റെ പിതാവ് എടവണ്ണക്കാരൻ, നമുക്കറിയാം അലവി മൗലവി, അദ്ദേഹം പഠിപ്പിച്ച തൗഹീദല്ല അബ്ദുസ്സലാം സുല്ലമി ഈ മടവൂരി പ്രസ്ഥാനവുമായി പോയപ്പോൾ പ്രഖ്യാപിച്ച തൗഹീദ് വ്യതിയാനമായിരുന്നു. ആ തൗഹീദിനെതിരെ, അതേ മാറ്റം വരുത്തിയ തൗഹീദിനെതിരെ ലേഖനങ്ങളിലൂടെ, ഖണ്ഡനങ്ങളിലൂടെ, വാദപ്രതിവാദത്തിലൂടെ, സംസാരങ്ങളിലൂടെ നമ്മൾ നാളിതുവരെ എതിർത്തു പോന്നവരാണ്. ഏകദേശം 10-11 വർഷം നമ്മൾ ആ തൗഹീദിനെതിരെ, അവർ മനസ്സിലാക്കിയ തൗഹീദിനെതിരെ, മായം ചേർത്ത തൗഹീദിനെതിരെ നമ്മൾ ശബ്ദിച്ചവരാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ 2012-ൽ ഇതാ അതേ തൗഹീദ് അന്ന് എതിർത്തവരിൽ, നേതാക്കന്മാരിൽ, പ്രഭാഷകരിൽ, പണ്ഡിതന്മാരിൽ കഴിവുള്ള, അറിയപ്പെട്ട, സംഘാടകനായ, നേതാവായ, നാം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തിൽ നിന്ന് ഈ ആദർശമുണ്ടാകുമെന്ന്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ആ വ്യക്തിയിൽ നിന്ന്, പണ്ഡിതനിൽ നിന്ന് അതേ അബ്ദുസ്സലാം സുല്ലമിയുടെ വാദം കടമെടുത്തുകൊണ്ട്, അതേ അബ്ദുസ്സലാം സുല്ലമി ഏതൊക്കെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടോ, തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ, അത് അതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ആ തൗഹീദ് ഏതാണോ അത് അതുപോലെ കടമെടുക്കുന്ന, എന്നിട്ട് എല്ലാവരും ഇത് അംഗീകരിക്കണമെന്ന വാദവുമായി നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം പച്ചക്ക് തുറന്നു പറയുകയല്ലാതെ മറച്ചു വെക്കേണ്ടുന്ന ആവശ്യമില്ലല്ലോ. അപ്പൊ പൂർവികരുടെ തൗഹീദിൽ നിന്നും, പൂർവികർ പഠിപ്പിച്ച ആ പാതയിൽ നിന്നും വ്യതിചലിച്ചിട്ടുള്ള ആളുകൾ ആരാണ്,
അത് 2012 തൗഹീദിന്റെ ആളുകളാണ്. അതുവരെ ഈ കേരളക്കരയിൽ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ച, ഉമർ മൗലവി പഠിപ്പിച്ച, വെട്ടം അബ്ദുള്ള ഹാജി പഠിപ്പിച്ച, KM മൗലവി പഠിപ്പിച്ച, MCC സഹോദരങ്ങൾ പഠിപ്പിച്ച, പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി പഠിപ്പിച്ച, അങ്ങനെ കേരളത്തിൽ KP-യും അതേപോലെ തന്നെ ഉസ്മാൻ ഡോക്ടറും ഇങ്ങനെയുള്ള പ്രഗത്ഭരായ സ്വാത്വികരായ ഇസ്ലാഹി കേരളത്തിലെ പ്രബോധകന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കൈമാറിയ തൗഹീദിൽ വെള്ളം ചേർത്തുകൊണ്ട്, മായം ചേർത്തുകൊണ്ട് പുതിയ ഒരു തൗഹീദ് രൂപീകരിച്ചിരിക്കുന്നു. എന്നിട്ട് എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്ന വാശിയുമായി തെറ്റിദ്ധരിപ്പിക്കുന്ന ആദർശ വിശദീകരണവുമായി ഇറങ്ങിയിരിക്കുന്നു. സഹോദരന്മാരെ, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നടക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ടീം അന്ന് മുതൽ ഇന്ന് വരെ മുന്നോട്ട് ദഅ്വാ രംഗത്ത് സജീവമായി വിശ്രമമില്ലാതെ, വേറെ ലാഭങ്ങളില്ലാതെ, ഉദ്ദേശങ്ങളില്ലാതെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രയാസങ്ങളും എതിർപ്പുകളും അതേപോലെ തന്നെ പീഡനങ്ങളും ത്യാഗങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി ഖണ്ഡനങ്ങൾ, മണ്ഡനങ്ങൾ, വാദപ്രതിവാദങ്ങൾ, പൊതുപ്രഭാഷണങ്ങൾ, അതുപോലുള്ള മറ്റു വ്യത്യസ്തമായ ദഅ്വാ സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ദാഇകളോട്, പ്രബോധന സംഘത്തിലെ പ്രവർത്തകരോട് എതിരായിക്കൊണ്ട് നമ്മൾ സാൽവേഷൻ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ലൊരു സംരംഭമായ സാൽവേഷൻ പരിപാടിയിലൂടെ ദഅ്വാ പരിപാടിക്ക് രൂപീകരണം നടത്തിയപ്പോ ചില ആളുകൾ, ഇതിൽ നിന്ന് പിരിഞ്ഞുപോയ മടവൂരി പ്രസ്ഥാനത്തിന്റെ ആളുകൾ നമുക്കെതിരെ ആരോപണവുമായി വന്നു. അലി മദനിയും കരിമ്പിലാക്കൽ മൗലവിയും അതേപോലുള്ള ഏതാനും ആളുകളാണ് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു കൊടുക്കുന്ന തൗഹീദ് പഠിച്ചുകൊണ്ട്, അതേ മാറ്റം വരുത്തിയ തൗഹീദ് പഠിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ നമ്മൾ മനസ്സിലാക്കിയ തൗഹീദിൽ നിന്ന് മാറ്റം വരുത്തിയ സലാം സുല്ലമിയുടെ തൗഹീദ് ഈ കേരളക്കരയിൽ പഠിപ്പിക്കാനും, എന്നിട്ട് യഥാർത്ഥ മുജാഹിദുകളെ അവർ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും കൊണ്ടുപോകുന്നവരാണ്, ജിന്നിനോടും മലക്കിനോടും തേടാമെന്ന് പറഞ്ഞ് നവയാഥാസ്ഥികരാണ്, ശിർക്കിലേക്ക് പോകുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ ആരോപണവുമായി വന്നു. ആ വന്ന രൂപം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർക്കുന്നതിന് വേണ്ടി അവരുടേതായ നമുക്കെതിരെ അവർ ഒരുമിച്ചുകൊണ്ട് ആരോപിച്ചപ്പോൾ ഈ പ്രസ്ഥാനത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്കെതിരെ അത് ആരോപണമാണ്, അത് ആരോപണമാണ്, നിങ്ങൾ പറയുന്ന വാദം ശരിയല്ല. ഈ ഇസ്ലാഹി കേരളത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീനിനോ അതിന്റെ പോഷക ഘടകങ്ങളിലോ ഉള്ള ഒരൊറ്റ പണ്ഡിതന്മാർക്കും പ്രബോധകർക്കും ആ അഭിപ്രായം ഇല്ല. അത് യഥാർത്ഥത്തിൽ ആരോപണമാണെന്ന് ഒന്നിച്ച് നമ്മൾ എതിർത്തു. അന്ന് നമുക്കെതിരെ ആരോപിച്ച ആ മടവൂരി പ്രസ്ഥാനത്തിന്റെ പ്രബോധകരിൽ, പ്രഭാഷകരിൽ ഒരുത്തനായ അലി മദനി അന്ന് നമുക്കെതിരെ പറഞ്ഞ ആരോപണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എത്രത്തോളം എന്ന് വെച്ചാൽ പിശാചിന് പടച്ചവനെ പോലെ തന്നെ കഴിവുണ്ട് എന്ന് വരെ പ്രചരിപ്പിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞതായിരുന്നു. പക്ഷെ അത് ഏറ്റുപറയാൻ തുടങ്ങി. അൽഹംദുലില്ലാ, സമാധാനമുണ്ട്, ഞങ്ങളുടെ ജോലി എളുപ്പം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം യാഥാസ്ഥികതയിലേക്ക് പോകുന്നു, ശിർക്കിലേക്ക് പോകുന്നു. അതുകൊണ്ടൊരു രണ്ടാം നവോത്ഥാനം വേണമെന്നും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണവുമായി നാട് ചുറ്റിയിരുന്ന സാൽവേഷൻ പോലെ, അതേപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തമായ ദഅ്വാ സംരംഭങ്ങൾ കണ്ട് വിരല് പിടിച്ച നിൽക്കക്കള്ളിയില്ലാത്ത മടവൂരികൾ നമ്മുടെ ഈ ഐക്യത്തെ തകർക്കാൻ വേണ്ടി ആരോപണവുമായി വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങി. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണമാണ് ഇന്ന് ചില ആളുകൾ നമുക്കെതിരെ ആരോപിക്കുന്നത്. അത് അന്ന് പറഞ്ഞതാണ്, പഴഞ്ചൻ ആരോപണമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആ അലി മദനി മടവൂരിയായ അദ്ദേഹത്തിന്റെ നാവിലൂടെ അന്ന് ആരോപിച്ചത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഒരു രണ്ടാം നവോത്ഥാനത്തിന് യഥാർത്ഥ മുജാഹിദുകൾ തുടക്കം കുറിക്കുന്ന അവസരം കൂടിയാണ്. ഒരു രണ്ടാം നവോത്ഥാനത്തിന് ബോധപൂർവമാണ് പറയുന്നത്. അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ ദൗർഭാഗ്യകരമായിട്ടുള്ള ആ പിളർപ്പ്, ആ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ ശിർക്കും കുഫറും അന്ധവിശ്വാസവും ജനങ്ങളിലേക്ക് മുജാഹിദുകൾക്കിടയിൽ തന്നെ പ്രചരിപ്പിക്കുവാൻ ഒരു സംഘം ആളുകൾ പണിയെടുത്തു. ആ പണിയെടുത്തപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇത് അപകടമാണ് എന്ന്. കൃത്യമായി പറഞ്ഞാൽ 2007 ഇതിന്റെ അപകടാവസ്ഥ
അന്ധവിശ്വാസങ്ങളിലൂടെ കടന്നു വന്ന് ശിർക്കൻ വാദങ്ങൾ സമൂഹത്തിൽ മുജാഹിദുകളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ, പണ്ഡിതന്മാർ തന്നെ പ്രചരിപ്പിച്ചപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു, CP ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിലുള്ള, ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിലുള്ള ടീം വളരെ സ്നേഹപൂർവം മുജാഹിദുകളോട് പറഞ്ഞു, ഇത് വളരെ അപകടകരമാണ്. ഇത് അള്ളാഹുവിനോട് മാത്രം തേടേണ്ട ആ സഹായത്തേട്ടം, വൈബിയായി പടച്ചവനിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കേണ്ട ഗുണങ്ങളും ഉപദ്രവങ്ങളും ഇതാ ശൈത്താനിൽ നിന്ന് ഇവർ പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറുപക്ഷത്ത് സമസ്തയുടെ ആളുകൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ചു തേടുമ്പോൾ ഇപ്പുറത്ത് ജിന്നിനോടും മലക്കിനോടും സഹായം തേടിയാൽ അതൊരിക്കലും ശിർക്കല്ല, അഭൗതികമായിട്ടുള്ള സഹായത്തേട്ടമല്ല എന്ന് പറഞ്ഞ് സമൂഹത്തെ ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ ആളുകൾ എന്ന് കൃത്യമായി രേഖകൾ മുമ്പിൽ സമർപ്പിച്ച് നമ്മൾ ഉത്തരവാദപ്പെട്ട ആളുകളോട് പറഞ്ഞു. സഹോദരന്മാരെ, തൗഹീദി പ്രബോധന രംഗത്ത് വിള്ളലുണ്ടാക്കി പുറത്തുപോയ, തൗഹീദ് അങ്ങനെയൊന്നും പറയേണ്ടതില്ല, റിലീഫ് പ്രവർത്തനം ദഅവത്തിന് മുമ്പ് എന്ന് 2002 ഡിസംബർ 14 ശബാബിലൂടെ എഴുതിവിട്ട് ഞങ്ങളുടെ ആശയം വേറെ തന്നെയാണ്, നമ്മൾ രണ്ടും രണ്ട് റൂട്ടാണ് എന്ന് വ്യക്തമാക്കി പുറത്തുപോയ തൗഹീദിന്റെ ആളുകളാണെന്ന് വാദിച്ച ആളുകൾ നമുക്കെതിരെ ആരോപിച്ച പഴഞ്ചൻ ആരോപണമാണ്. അതേ പിശാചിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന, ഉപദ്രവം പ്രതീക്ഷിക്കുന്ന, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തൗഹീദിന് എതിരായി പിശാചിനും അതുപോലുള്ള കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഖുറാഫാത്തിന്റെ ആളുകളായി ഇവർ മാറിയിരിക്കുന്നു. ജിന്നിനോടും മലക്കിനോടും തേടാമെന്ന് ഇതാ മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന് ഇന്ന് അനസ് മുസ്ലിയാർ പറയുന്ന, ഇന്ന് അബ്ദുറഹ്മാൻ സലഫി പറയുന്ന, ഇന്ന് വേറെ ചില നേതാക്കന്മാര് പറയുന്ന, ഇന്ന് EKM പന്നൂര് എഴുതി വിടുന്ന, അതേപോലെ തന്നെ ഏതാനും ചില ആളുകൾ നിരന്തരമായി ലേഖനമായി തുടർ ലേഖനമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ വാദം, ഈ ആരോപണം പഴഞ്ചൻ ആരോപണമാണ്. മടവൂരികൾ നമുക്കെതിരെ പറഞ്ഞിരുന്ന ആരോപണമാണ്. അന്ന് ഒറ്റക്കെട്ടായി ആത്മാർത്ഥമായി നമ്മൾ അതിന് മറുപടി പറഞ്ഞു. അതിന് നമ്മുടെ സംഘടനാ നേതൃത്വത്തിലുള്ള ഒരു പണ്ഡിതൻ തന്നെ പറയുന്ന മറുപടി, സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ അന്ന് ശക്തമായി അതിനെ എതിർത്തു. കോഴിക്കോട് സാൽവേഷനിൽ വെച്ച് സംസാരിച്ച ഭാഗം വളരെ ശക്തിയായി അദ്ദേഹം അതിനെതിരെ എതിർക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഇപ്പൊ ചില മുജാഹിദ് മൗലവിമാര് ജിന്ന്, ശൈത്താന് ഇതിന്റെയൊക്കെ സഹായങ്ങൾ ലഭിക്കും, മനുഷ്യരൂപത്തിൽ വന്ന് ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയകാല അന്ധവിശ്വാസത്തിലേക്ക്, ജിന്ന് സേവയിലേക്ക് മനുഷ്യനെ ക്ഷണിച്ചു കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത്? അല്ല സഹോദര, അല്ല അല്ല അല്ല. 1000 തവണ ആവർത്തിച്ച് ഉറപ്പിച്ചു പറയാൻ കഴിയും. ജിന്നിനെ സംബന്ധിച്ച്, ശൈത്താനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനില്, തിരുസുന്നത്തില് എന്തു വന്നു അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം പണ്ടും ഇന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ആവർത്തിച്ച് 1000 വട്ടം അല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരോപണമാണ് എന്ന് അന്ന് മടവൂരികൾക്കെതിരെ ശക്തമായി നമ്മൾ ഒന്നിച്ചു മുന്നേറിയപ്പോൾ ആ പണ്ഡിത സഹോദരൻ, പണ്ഡിത സുഹൃത്ത് അങ്ങനെ സംസാരിച്ചുവെങ്കിൽ സംഘടനാ നേതൃത്വത്തിലുള്ള എടവണ്ണയിൽ നമ്മുടെ സ്ഥാപനത്തിൽ വളരെ വലിയ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, മേൽനോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പണ്ഡിതൻ അന്ന് എതിർത്തുവെങ്കിൽ പിന്നെ എപ്പോഴാണ് ഉണ്ട് 1000 വട്ടം ഉണ്ട് എന്നതിലേക്ക് ഇയാൾ മാറുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്, വളരെ ഗൗരവമാണ്. അന്ന് അദ്ദേഹം അതിനെ എതിർക്കാൻ കാരണം ഇത് വെറും ആരോപണമാണ്. കാരണം ഖുലിദുല്ലാഹ അവിദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ. നിങ്ങൾ അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിനെ വിളിച്ചു തേടാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത് പഠിച്ചവരാണ് മുജാഹിദുകൾ, അത് ഉൾക്കൊണ്ടവരാണ്. അല്ലാഹുമ്മ റബ്ബനാ റബ്ബി സുബ്ഹാനക്, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, പരിശുദ്ധനായ നാഥാ. ഇങ്ങനെയല്ലാതെ ഒരു തേട്ടം, ഇങ്ങനെയല്ലാതെ ഒരു ദുആ, ഇങ്ങനെയല്ലാതെ ഒരു ഇസ്തിഗാസ, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ, ഇങ്ങനെയല്ലാതെ നമ്മൾ മറ്റു പടപ്പുകളിലേക്ക് മുജാഹിദിന്റെ ഒരൊറ്റ പണ്ഡിതന്മാരും ഒരൊറ്റ നേതാക്കന്മാരും ഒരൊറ്റ സാധാരണക്കാരും ഒരൊറ്റ അണികളും പോയിട്ടില്ല. ഒന്നുകിൽ അല്ലാഹുവേ അവിദുർ റഹ്മാൻ, അല്ലെങ്കിൽ റഹ്മാനേ
അല്ലാഹുവിന്റെ നല്ല നാമങ്ങൾ വെച്ചുകൊണ്ട് അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏത് നാമങ്ങൾ വെച്ചുകൊണ്ട് തേടിയാലും റഹ്മാൻ എന്നോ അല്ലാഹുവിന്റെ അതുപോലുള്ള ഖാദിർ എന്നോ ജബ്ബാർ എന്നോ ഖാദിർ എന്നോ മുതകബ്ബിർ എന്നോ വഹാബ് എന്നോ ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള അവന്റെ നല്ല നല്ല നാമങ്ങളുണ്ടല്ലോ, ഉൾക്കിട്ടങ്ങളായ നാമങ്ങളുണ്ടല്ലോ, അവ വെച്ചുകൊണ്ട് അവനോട് തേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുകയാണ്. അത് പഠിച്ചവരും ഉൾക്കൊണ്ടവരുമാണല്ലോ മുജാഹിദുകൾ. അതുകൊണ്ട് നമ്മുടെ തേട്ടം മുഴുവൻ അല്ലാഹുവോടാണ്. അത് പുഴയിലാണെങ്കിലും കരയിലാണെങ്കിലും കടലിലാണെങ്കിലും എവിടെയാണെങ്കിലും അല്ലാഹുവോടല്ലാതെ ഈ തർക്കത്തിലിരിക്കുന്ന ദുആ നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യാമെന്ന് വാദിച്ചിട്ടുമില്ല. യാ ഇബാദല്ലയും ദുർബലമായ ഹദീസും ഈ മടവൂരികൾ പോകുന്നതിന് മുമ്പേ നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മുടെ എതിരാളികൾ ഖുറാഫികൾ തെളിവുദ്ധരിച്ചപ്പോൾ മറുപടി പറഞ്ഞതാണ്, അത് ദുർബലമാണ്, അമൽ ചെയ്യാൻ പറ്റില്ല. ഇനി തർക്കത്തിന് അത് സ്വഹീഹാണെന്ന് വെച്ചാൽ തന്നെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ അതിലില്ല എന്ന് നമ്മൾ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലമായി അത് നമ്മൾ കൈകാര്യം ചെയ്തിട്ട്. അപ്പൊ ഖുറാഫികൾ എതിരുദ്ധരിക്കുമ്പോ അത് ചർച്ച ചെയ്യും. ലഈഫായ ഹദീസ് തന്നെ വെറുതെ ചർച്ച ചെയ്ത് നടന്നവരല്ല നമ്മൾ. ആരോപണങ്ങളും അതേപോലെ തന്നെ ഖണ്ഡനങ്ങളുമായി അവർ വരുമ്പോ തെളിവുദ്ധരിക്കുമ്പോ അത് വിശദീകരിച്ചു കൊടുക്കും. അത് ഇതിൽ മാത്രമല്ല, അതെ നമുക്കറിയാം തറാവീഹിന്റെ എണ്ണത്തിന്റെ വിഷയത്തിലും തറാവീഹ് റകഅത്തിന്റെ എണ്ണത്തിന്റെ വിഷയത്തിലും ഖുനൂത്തിന്റെ വിഷയത്തിലും കൂട്ടുപ്രാർത്ഥനയുടെ വിഷയത്തിലും മറ്റു ഒട്ടനേകം ബിദ്അത്തുകൾ ചെയ്യാൻ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ തെളിവുദ്ധരിക്കുന്ന ലഈഫായ ഹദീസുകൾ നമ്മൾ വിശദീകരണം നടത്താറുണ്ട്. അപ്പോൾ ലഈഫായ ഹദീസ് കൊണ്ട് നടക്കുന്നവരാണോ നമ്മൾ? അല്ല. അത് വിശദീകരിക്കും, അതിന്റെ വസ്തുത വ്യക്തമാക്കും. അത് പ്രബോധകർക്ക് ഗണ്ണന മണ്ണനങ്ങളിൽ വാദപ്രതിവാദങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് ആവശ്യമായി വരും. അതേ കടയിൽ നിന്ന് തന്നെ നിൽക്കുന്ന ആളുകൾ അതറിയാം, പക്ഷെ കരുതിക്കൂട്ടി ഫിത്നയുണ്ടാക്കുന്നു. അവരെ നമ്മൾ തിരിച്ചറിയണം. അന്ന് ഒന്നിച്ചു മറുപടി പറഞ്ഞത്, അതിൽ നമ്മുടെ നേതാവ് തന്നെ സംസാരിച്ചത്, ഈ സംഘടനാ ലെവലിൽ നേതാക്കന്മാരിൽ മുൻനിരയിലുള്ള ഒരാള് തന്നെ സംസാരിച്ചത് നമ്മൾ കേട്ടല്ലോ. അതേ വ്യക്തി തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ പിന്നാലെ കൊത്തിവലിച്ചപ്പോൾ ഈ സാൽവേഷനിന് ശേഷം പയ്യന്നൂരിൽ വെച്ച് കൃത്യമായി മറുപടി പറയുന്നു. സംശയലേശമന്യേ അദ്ദേഹം വ്യക്തമാക്കുന്നതും ശ്രദ്ധിക്കൂ നിങ്ങൾ. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. കണ്ടല്ലോ, അത്തരം ദുർവ്യാഖ്യാനവുമായി നടക്കേണ്ടതില്ല എന്ന് അന്ന് മടവൂരികളോട് പറഞ്ഞു. ഇന്ന് ആ ദുർവ്യാഖ്യാനവുമായി നടക്കുന്നു. ഒരു പദമല്ല, രണ്ട് പദമല്ല, ഒരുപാട് പദങ്ങൾ. എന്നിട്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. സഹോദരന്മാരെ, ഇത് അവസാനിപ്പിക്കണം. അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നട്ടെ. ബുദ്ധിയുള്ള, അഖിലുള്ള, വിവേകമുള്ള, കഴിവുള്ള നമ്മുടെ പണ്ഡിതനാണ്, നേതാവാണ്. പക്ഷെ ഖൈറിന് വേണ്ടി ഉപയോഗിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നോക്കൂ നിങ്ങൾ, അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ മുസ്ലിയാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന മുസ്ലിയാക്കന്മാരിൽ വളരെ കഴിവുള്ള, പ്രഗത്ഭനായ, കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും വിശദീകരിക്കാനും ഇതുവരെ മൂടിവെച്ചിരുന്നില്ല, ഇപ്പോൾ മൂടിവെക്കാനും ദുർവ്യാഖ്യാനിക്കാനും കഴിവുള്ള അനസ് മുസ്ലിയാർ ഈ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് മുമ്പ് ഇസ്തിഖാമ പരിപാടിയിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയെ, അതേ കേരളക്കരയിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കലിലുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയെ അങ്ങോട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക്. എന്നിട്ട് സ്റ്റേജിലിരുത്തിയിട്ട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട്, ജബ്ബാർ മൗലവിയുടെ ലേഖനവുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അതിൽ തെറ്റില്ല, ശിർക്കില്ല എന്ന് കൃത്യമായി മറുപടി പറഞ്ഞു. ഹനീഫ് ഗായക്കൊടി ഒന്നുകൂടി അപ്പറഞ്ഞത് ശരി തന്നെ ഒന്ന് സീലും ചെയ്തു. അല്ലേ? ഏതാണ് ആ പരിപാടി? ഇസ്തിഖാമ പരിപാടി. മറന്നോ നമ്മൾ? കാണൂ നിങ്ങൾ ആ രംഗം. വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതെ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു.
മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അനസ് മുസ്ലിയാര് അബ്ദുൽ ജബ്ബാർ മൗലവിയെ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇരുത്തി ഞാൻ പറയുന്നു, അതിൽ തെറ്റില്ല, ആ വാചകങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഖുറാഫികളായ ആളുകളും മടവൂരി പ്രസ്ഥാനത്തിന്റെ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി അദ്ദേഹം മറുപടി കൊടുത്തു. ഗസറ്റഡ് ഓഫീസറെ പോലെ നമ്മുടെ ഹനീഫ് കായക്കൊടി ഒന്ന് അറ്റസ്റ്റും ചെയ്തു. അത് ആ വാദം ശരിയല്ല, അത് ആരോപണമാണ്, അതിന്റെ ആഴമാണ് നമ്മൾ കണ്ടത് എന്നാണ്. ആ ആഴത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന രണ്ടാളും പോയി വീണ് കിടക്കുന്നത്. സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഇനി നോക്കൂ, ആരാണ് ഈ പ്രബോധന സംഘത്തിൽ നിന്ന് അതേ ഒറ്റക്കെട്ടായി ശക്തമായി തൗഹീദി രംഗത്ത് സജീവമായി മുന്നേറുമ്പോ ഏതൊക്കെ കൊലകൊമ്പന്മാർ ശത്രുക്കളായി ആരോപണങ്ങളുമായി ഈ പ്രസ്ഥാനത്തെ കൊഞ്ഞനം കുത്തിയാലും കൃത്യമായി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മറുപടി പറഞ്ഞിരുന്ന ആ റൂട്ടിൽ നിന്ന് തൗഹീദിന്റെ വിഷയത്തിൽ മാറ്റം വരുത്തി കളം മാറ്റി ചവിട്ടിയതാരാ? അവരെ നമ്മൾ തിരിച്ചറിയണം. ആ കളം മാറ്റി ചവിട്ടിയതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൂവാറ്റുപോയ സംവാദത്തിൽ തെറ്റില്ല എന്ന് പറഞ്ഞ ഗണ്ണനങ്ങളിലും മണ്ണനങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഒരുപാട് ചർച്ചകളിൽ തെറ്റില്ല, മുഖാമുഖങ്ങളിൽ തെറ്റില്ല എന്ന് പറഞ്ഞ അതേ ലേഖനത്തെക്കുറിച്ച്, അതേ പുസ്തകത്തെക്കുറിച്ച്, ഇസ്ലാഹിനെ കുറിച്ച് അത് ശിർക്കാണ് എന്ന് ഞങ്ങളിതാ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് കളം മാറ്റി ചവിട്ടി. ആർക്ക് വേണ്ടി? പഠിക്കേണ്ടതാണ്. ആരെ കൊണ്ടാണ് ഇതുണ്ടായത് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ കളം മാറ്റി ചവിട്ടിയവർ ആര്? അത് വ്യക്തമാണ്. കണ്ടോളൂ നിങ്ങൾ. മൂവാറ്റുപോയ സംവാദത്തിൽ നമ്മുടെ കേരളക്കരയിലെ മുജാഹിദുകളെ അഭിമുഖീകരിച്ചുകൊണ്ട്, പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ സംവാദം ഏറ്റെടുത്തു പോയ പണ്ഡിതന്മാരിലെ പ്രഗത്ഭനായ ഹനീഫ് കായക്കൊടി തന്നെ ഈ തൗഹീദി രംഗത്ത് നിന്ന് 2012 കളം മാറ്റി ചവിട്ടുന്ന രൂപം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ലാന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായ ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു, ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. എത്ര സങ്കടമാണ് പ്രിയപ്പെട്ടവരെ. നാളിതുവരെ നമ്മൾ സംരക്ഷിച്ചു പോന്ന നമ്മുടെ തൗഹീദിനെ പൊളിച്ച് കൈ കൊടുത്തിരിക്കുന്നു. മൂവാറ്റുപുഴ സംവാദത്തിൽ കളം മാറ്റി ചവിട്ടി. ജബ്ബാർ കോക്കസ് എന്ന് അതേ നമ്മുടെ ശത്രുക്കൾ എഴുതിയ അതേ കോക്കസിലായിരുന്നു ഇതുവരെ ഹനീഫ് കായക്കൊടിയും. ആ വിഷയത്തിൽ ന്യായീകരിച്ച ആളാണ്, തെറ്റില്ല എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ മൂവാറ്റുപുഴ സംവാദത്തിൽ ആർക്കോ വേണ്ടി, എന്തോ ഉദ്ദേശത്തിന് അത് മാറ്റി പറഞ്ഞു. അവരാണ് തൗഹീദ് 2012 ആളുകൾ. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഊഹങ്ങൾ പരത്തിക്കൊണ്ട് ഫിത്നകളുമായി രംഗത്ത് വരുന്ന, ഉടലെടുക്കുന്ന ആളുകൾ. ഇവിടെ നമ്മുടെ ഈമാനിനെ, നമ്മുടെ അഖീദയെ, നമ്മുടെ പ്രവർത്തനങ്ങളെ അതേ മുൻഗാമികളുടെ റൂട്ടിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സൂക്ഷ്മത വേണം, ജാഗ്രത വേണം, തൗഹീദിൽ ഉറച്ചു നിൽക്കണം. ഇനി ഈ രംഗം മുന്നേറിയപ്പോൾ
ആ സന്ദർഭത്തിൽ ഉടനെ തന്നെ ഈ തൗഹീദിന്റെ ശത്രുക്കളായ കുബൂരികളിൽ ഈ അടുത്ത കാലത്ത് ഖണ്ഡനങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും കടന്നു വന്ന സക്കാഫിമാർ, ഉദവിമാർ, ഫൈലിമാർ വിശ്രമിക്കുമ്പോൾ അഹ്സനിമാരെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നല്ലോ. ആ ആളുകളിൽ പ്രധാനപ്പെട്ട നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ആ അഹ്സനി അവിടുന്ന് കൃത്യമായി പറഞ്ഞു, ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീണ്ടുമുള്ളൊരു പിളർപ്പിന്റെ തുടക്കമാണ് ഈ സംവാദമെന്ന്. അത് ആ അഹ്സനി പറഞ്ഞതൊരു സത്യമാണ്. പറയുന്നതൊക്കെ നുണയാണെങ്കിലും ചിലപ്പോൾ സത്യം പറയുമല്ലോ. യഥാർത്ഥത്തിൽ ഭിന്നതയുടെ ഒരു തുടക്കമാണ് ഈ തൗഹീദ് 2012 മറിച്ച് ചവിട്ടൽ, കളം മാറ്റി ചവിട്ടൽ. ആ രംഗം അതേ ജബ്ബാർ പോലെ എഴുതിയത് ശിർക്കാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ, ആർക്കോ വേണ്ടി സമ്മതിച്ചപ്പോൾ, അവിടെ പറഞ്ഞപ്പോൾ അവിടെ ആഘോഷിക്കുകയാണ് നമ്മുടെ ശത്രുക്കൾ. കണ്ടോളൂ ആ രംഗം. അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളുടെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല അനീഫ് മൗലവി, നിങ്ങൾ സെൻസിംഗ് എടുത്ത് വായിച്ചത് എന്താ? ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനെ കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനെ കൂട്ടിയിട്ടായിരുന്നോ നടത്തം? നിങ്ങൾ ജമിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിദുണ്ട് പറയണം ജനങ്ങളോട്. സഹോദരന്മാരെ, ജമിയത്തുൽ ഉലമയെ പരിഹസിപ്പിക്കാൻ, അതേപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരെ, തലമുതിർന്ന ആദരിക്കേണ്ടുന്ന പണ്ഡിതന്മാരെ പരസ്യമായി സംവാദത്തിൽ പരിഹസിക്കാൻ അവസരമിട്ട് കൊടുത്തത് തൗഹീദ് 2012 ആളുകളാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പരീക്ഷണം എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് ഇതിന്റെ പിന്നിൽ? നേരത്തെ ഇതിനെയൊക്കെ ന്യായീകരിച്ചിരുന്ന, അങ്ങനെ ഒരു അഭിപ്രായം ഈ പ്രസ്ഥാനത്തിൽ ഇല്ല എന്ന് ശക്തമായി 1000 തവണ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നത് നമുക്ക് ബോധ്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്കത് ശ്രദ്ധിക്കാം. ഈ ഹദീസ് വെച്ചുകൊണ്ട് കേരളത്തിലെ സലഫി രംഗത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പ്രബോധകരും ആലിമീങ്ങളും ഈ ദുർബലമായ ഹദീസുമായി ബന്ധപ്പെട്ട് അതിന്റെ മത്തിനിൽ ശിർക്കില്ല, അത് ആ ഹദീസ് ദഈഫാണ്, അമൽ ചെയ്യാൻ നമുക്ക് വകുപ്പില്ല, പക്ഷെ മത്തിനിൽ ശിർക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞവരാണ്. അതേ മറുപടി പറഞ്ഞ് മരിച്ചുപോയ മഹാത്മാക്കളോട് തേടാൻ ഇതിൽ തെളിവില്ല എന്നാണ് മുഴുവൻ പണ്ഡിതന്മാരും മുൻകാലത്ത് കഴിഞ്ഞു പോയത്. കേരളക്കരയിലും അങ്ങനെ തന്നെ. കേരളക്കരയിലും നാളിതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അങ്ങനെ തന്നെ. പക്ഷേ ഈ അടുത്ത കാലത്ത് 2012 അതിനെ പരിഹസിക്കുന്നു. ദുർബലമായ, എല്ലാവരും ദുർബലമെന്ന് പറഞ്ഞ ആ ദുർബല ഹദീസുമായി ഊരു ചുറ്റുന്നവരെ ആയത്തിലേക്ക്, ഹദീസിലേക്ക് തിരിച്ചു വരൂ, അതേ ഒട്ടകമേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കളം മാറ്റി ചവിട്ടുന്നതിന്റെ ഉദാഹരണങ്ങൾ പലതുണ്ട്. അതിലൊന്നുകൂടി കാണൂ നിങ്ങൾ. സകല പണ്ഡിതന്മാരും ദുർബലം 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 എന്ന് പറഞ്ഞ കള്ള ഹദീസിലെ ഇബാദുല്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച് വഴിതെറ്റിപ്പോണ്ട സുഹൃത്തെ, വഴിതെറ്റിയ ഒട്ടകമേ, നിനക്കിതാ ആയത്തും ഹദീസും വഴി കാണിക്കുന്നു. തിരിച്ചുവാ. വഴിതെറ്റിയ ഒട്ടകങ്ങളോട് തിരിച്ചു വരാനാണ് ഈ കിതാബിന്റെയും സുന്നത്തിന്റെയും സന്ദേശം. അപ്പോൾ ഒട്ടകപ്പുറത്തിരിക്കുന്നവർക്കും തിരിച്ചെത്താം. ഇതാണ് ഈ സന്ദർഭത്തിൽ ഗൗരവത്തോടെ അനസ് മൗലവി പറഞ്ഞതിന്റെ അനുബന്ധമായി മറക്കാതെ ഓർക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുജാഹിദുകളെ, ഇവിടെ കേട്ട പേരോട് അബ്ദുറഹിമാൻ സഖാഫിയുടെ വാദമല്ല, അലവി സഖാഫിയുടെ വാദമല്ല, നജീബ് മുസ്ലിയാരുടെ വാദമല്ല. ഈ കള്ളത്തരം അല്ലാഹുവിന്റെ പേരിൽ, റസൂലിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ പറഞ്ഞ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആ മുസ്ലിയാക്കന്മാരുടെ ശുർക്കൻ വിദണ്ഡവാദം പറയുന്ന, നമുക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ജബ്ബാർ മൗലവിയുടെ, സക്കരിയ സ്വലാഹിയുടെ വാദങ്ങളുടെ പിന്നാലെയല്ല പോവേണ്ടത്. അവർക്കൊക്കെയുള്ളത് ദുർബലമായ ഹദീസാ. കേട്ടല്ലോ, വഴിതെറ്റിപ്പോയ ഒട്ടകമേ, ആരെയാ ഉദ്ദേശിച്ചത്? ക്ലിയറാണ്. അങ്ങനെ വഴിതെറ്റിപ്പോയ ഒട്ടകപ്പുറത്തുള്ളവരെ ആരെയാ ഉദ്ദേശിച്ചത്? ക്ലിയറാണ്. അതുകൊണ്ട് നേരത്തെ മൂപ്പരും ഒട്ടകപ്പുറത്തുണ്ടായിരുന്നു. എപ്പോഴാ മൂപ്പർ ഇറങ്ങിയത് നമുക്ക് മനസ്സിലായില്ല, ഈ അടുത്ത് ഇറങ്ങിപ്പോയതാ. എന്നിട്ട് ഒട്ടകപ്പുറത്തുള്ളവരെയും വഴിതെറ്റിപ്പോയ ഒട്ടകത്തെയും തിരിച്ചു വിളിക്കുകയാണ്.
ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ആ പണ്ഡിതന്റെ നാവിലൂടെ അത് വരുമെന്ന് സങ്കടമുണ്ട്. അള്ളാഹു ഖൈറായ ചിന്താഗതി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, ഈ ദുർബലം എന്ന് പറഞ്ഞ ഈ ഹദീസ് ജബ്ബാർ മൗലവിയും സക്കരിയ സ്വലാഹിയുമാണോ കൊണ്ട് നടന്നത്? അല്ല. ഇത് സൽസബീൽ 1971 ആഗസ്റ്റ് മാസത്തിൽ ഇറങ്ങിയ ലക്കം 3 സൽസബീൽ. മഹാനായ ഉമർ മൗലവി തിരൂർക്കാട്, അദ്ദേഹത്തിന്റെ സൽസബീലിലേക്ക് ഒരു ചോദ്യം വരുന്നു. ഇവിടെ പയ്യോളി പ്രധാനപ്പെട്ട ഒരു സുന്നി മുസ്ലിയാർക്ക് കൊടുത്ത ചോദ്യത്തിന് അദ്ദേഹം തന്ന മറുപടി താഴെ കൊടുക്കുന്നു. അതിനെപ്പറ്റി സൽസബീലിന്റെ അഭിപ്രായം എന്താണ്? മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ആണെങ്കിൽ അത് ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കാമോ? അതിന് മറുപടിയായി, മുസ്ലിയാരുടെ മറുപടിയായി, ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായത്തെ അപേക്ഷിക്കലും ഇസ്തിഗാസ ചെയ്യലും ശിർക്കല്ല, അനുവദനീയമാണെന്നുള്ള ഒരുപാട് തെളിവുകൾ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുസ്ലിയാർ കൊടുത്തപ്പോൾ, അത് സൽസബീലിന് കൈമാറിയപ്പോൾ അന്ന് ഉമർ മൗലവി പഠിച്ചുകൊണ്ടിരിക്കുന്ന മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലെ വിദ്യാർത്ഥിയായ പാലത്ത് അബ്ദുറഹിമാൻ മദനി, നമ്മുടെ മുൻ ട്രഷറർ, നൂറുശാഖ ട്രഷറർ ആവുന്നതിന് തൊട്ടു മുമ്പത്തെ ട്രഷറർ, സഹോദരന്മാരെ, ആ പാലത്ത് അബ്ദുറഹിമാൻ മദനിയാണ് അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തെയാണ് ഉമർ മൗലവി ഏൽപ്പിച്ചത്. അതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം കിട്ടിയപ്പോൾ ഇതിന് ഖണ്ഡനം എഴുതി തരുവാനായി പുളിക്കൽ അറബിക് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു. അബ്ദുറഹിമാൻ പാലത്ത്. തലയെടുപ്പുള്ള സുന്നി മുസ്ലിയാക്കളെ എല്ലാവരും അവതരിപ്പിക്കാറുള്ള രേഖകളാണിവ. അവ എത്രത്തോളം പര്യാപ്തമായ രേഖകളാണ്. അതായത് ആ രേഖകൾ അവരുടെ വാദം തെളിയിക്കാൻ തരപ്പെട്ടവയാണോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ ഒരു ചെറിയ വിദ്യാർത്ഥി മതി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അവര് വലിയ കഴമ്പൊന്നുമില്ല, ഈ ചെറിയ കുട്ടി മതി എന്ന അർത്ഥത്തിലാണ് അന്ന് പാലത്ത് അബ്ദുറഹിമാൻ മദനി മദനിയാകുന്നതിന് മുമ്പ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് എന്ന് ഉമർ മൗലവി പറയുന്നു. ഇനി പാലത്ത് അബ്ദുറഹിമാൻ മദനി തപ്പിപ്പിടിച്ചു ഉണ്ടാക്കിയ പണ്ഡിതോചിതമായ ആ മറുപടി, പഠനാർഹമായ മറുപടി, ഇത് സൽസബീലിന്റെയും അഭിപ്രായമാണ്, മറുപടിയാണ്. ഉമർ മൗലവിയുടെയും വാദം ഇത് തന്നെയാണ് എന്ന് ഉമർ മൗലവി തന്നെ എഴുതുന്നു. ഈ മറുപടിയിലുള്ളത് സൽസബീലിന്റെ അഭിപ്രായം തന്നെയാകുന്നു. ആ മുസ്ലിയാർ കൊടുത്ത മറുപടിയിൽ, അദ്ദേഹം കൊടുത്ത ദുർവ്യാഖ്യാനത്തിൽ ഈ പറഞ്ഞ ദുർബലമായ ഹദീസും കൊടുത്തിട്ടുണ്ട്. ആ ഹദീസുമായി ബന്ധപ്പെട്ട് ഉമർ മൗലവി വളരെ കൃത്യമായി സൽസബീലിലൂടെ ഈ മുസ്ലിയാർ പറയുന്നു. ഇബ്നു സുന്നിയും ത്വബറാനിയും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയും സഹായം ആവശ്യമായി വരികയും ചെയ്താൽ, ഓ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയണം. നിങ്ങൾ കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. ദുർബലം എന്ന് പറഞ്ഞ് ഇപ്പൊ ഒട്ടകമേ എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിക്കുന്ന, അതെ എന്തോ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഉമർ മൗലവിയുടെ സൽസബീലിൽ മുമ്പേ ഇത് എഴുതി 1971. എന്താ ഇതിന് ഗണ്ണം? ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. കാരണം ഇതിന്റെ പരമ്പരയിൽ സയ്യിദ് ബിൻ അലി എന്ന ആള് ഉത്തുബയെ കണ്ടിട്ടില്ല. അതിനാൽ സനദ് ഇടമുറിഞ്ഞത് നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. മജ്മൂ സവായിദ്. ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദം മുഹ്യിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ. അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുകയാണ്. ഒരു വിജന പ്രദേശത്ത് ഒറ്റക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരികൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയിക്കപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുഹ്യിദ്ദീൻ ഷേഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി അതിന് തെളിവില്ല. ഇബാദുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൽ ശിർക്കില്ല, ഇതിൽ ഇസ്തിഗാസയില്ല. ഇത് എന്താണ് എന്ന് കൃത്യമായി അതിന്റെ മത്തിനുമായി ബന്ധപ്പെട്ട ചർച്ച
അതിന്റെ സനദിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മത്നുമായി ബന്ധപ്പെട്ട ചർച്ച, ആ വിഷയത്തിൽ മറുപടി കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. സുദീർഘമായി അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന് ഉദാഹരണം പറയുകയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട അസ്രായീൽ എന്ന മലക്കേ ഈ ആളുടെ റൂഹിനെ പിടിക്കൽ കുറച്ച് കാലത്തേക്ക് നീട്ടിവെക്കണേ എന്ന് അപേക്ഷിക്കാമോ സുന്നി മുസ്ലിയാക്കളെ എന്ന് വരെ ചോദിച്ചുകൊണ്ട് മലക്കിന്റെ കഴിവും മലക്കിന്റെ യാഥാർത്ഥ്യവും ജിന്നിന്റെ കഴിവും ജിന്നിന്റെ യാഥാർത്ഥ്യവും അതേ ശൈത്താന്റെ യാഥാർത്ഥ്യവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ആ വിഷയത്തിൽ വളരെ കൃത്യമായി അതേ ഇപ്പോൾ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആരോപിക്കുന്ന അതേ പുറത്തായ അതേപോലെ തന്നെ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഒട്ടകപ്പുറത്തുള്ളവർ എന്ന് പരിഹസിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ മനസ്സിലാക്കണം ഈ വാദം തന്നെയാണ് അന്ന് ഉമർ മൗലവിക്കുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് വ്യതിചലിച്ചതാരാ? ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോയതാരാ? ദുർബലം ദുർബലം തിരിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇബാദുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്ന വ്യാഖ്യാനം പറഞ്ഞ് വഴിതെറ്റി പോവല്ലേ എന്ന് പറഞ്ഞ എന്തോ ലാഭങ്ങൾക്ക് വേണ്ടി എന്തോ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അതേ പവിത്രമായ ഈ ആദർശത്തെ ഈ സംഘടനയെ ഈ കൂട്ടായ്മയെ തകർക്കാൻ ശ്രമിക്കൽ നിർത്തണമെന്നതാണ് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സൂചിപ്പിക്കുവാനുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ അനസ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കഴിവുകളൊന്നും ഞാൻ വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. അദ്ദേഹം നമ്മുടെ ഈ ശരിയായ റൂട്ടിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങിയപ്പോൾ ഇത്രയും കാലം പ്രസംഗങ്ങളിലും ഖണ്ഡനങ്ങളിലും വാദപ്രതിവാദങ്ങളിലും മുഖാമുഖങ്ങളിലും ഒക്കെ ഈ ദുർബല ഹദീസുമായി വരുമ്പോ ആ ലേഖനവുമായി വരുമ്പോ ഹദീസുമായി വരുമ്പോ ഒക്കെ മറുപടി കൊടുത്തവർ ഇപ്പൊ സംവാദത്തിനിരുന്നപ്പോ വ്യവസ്ഥക്കിരുന്നപ്പോ ഈ വിഷയത്തിൽ ദുർബല ഹദീസായതുകൊണ്ട് സംവാദത്തിനില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ്. ആ ഒരു രംഗം നാദാപുരം സംവാദ വ്യവസ്ഥയിൽ നടന്ന ആ രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഒരു ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ആളുകൾക്ക് അറിയേണ്ട കാര്യമില്ല, പൊതുജനങ്ങൾക്ക് അറിയാം. അതെന്തോ ആയിക്കോട്ടെ. ചിലപ്പോ ദുർബല ഹദീസിൽ ഒരു വാദപ്രയോഗം നടത്താം. വത്തക്ക കഴിച്ച സ്വർഗത്തിൽ പോകും, ഒരു ദുർബല ഹദീസ് നമ്മൾ വാദപ്രയോഗം നടത്താം. ആ വത്തക്ക കഴിച്ച സ്വർഗത്തിൽ പോകൂലേ, അതെന്ത് വാദപ്രതിവാദമാണ്? മാനക്കേടാണത്. ഒരു ദുർബല ഹദീസിന്റെ ആശയം എന്താന്ന് വാദപ്രയോഗം നടത്താൻ നാണില്ല നിങ്ങൾക്ക്? ഒരു ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം വാദപ്രയോഗം നടത്താൻ പോവാ? നിങ്ങൾ ഏത് മുജാഹിദാ? ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം വാദപ്രയോഗം നടത്താൻ വന്നിരിക്കുന്നു, നാണല്ലേ നിങ്ങൾക്ക്? അപ്പോ ദുർബല ഹദീസിന്റെ വ്യാഖ്യാനം അല്ല ഇവിടുത്തെ വാദപ്രതിവാദം. ദുർബല ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വാദപ്രയോഗം നടത്താൻ നടക്കുന്നവരല്ല ഞങ്ങൾ. ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വാദപ്രയോഗം നടത്താൻ നടക്കുക, അത് മുജാഹിദുകൾ എന്ന് പറഞ്ഞു നടന്നിട്ട് അത് ഒരിക്കലും ശരിയല്ല. അനസ് മുസ്ലിയാര് അനസ് മൗലവിയായി നമ്മളിലേക്ക് കടന്നു വന്നു. പക്ഷെ വീണ്ടും മുസ്ലിയാരാവ തനി മുസ്ലിയാരാവുക അല്ലേ? ഇത്രയും കാലം ഈ ദുർബല ഹദീസുമായി ബന്ധപ്പെട്ട് അതേ മറുപടി പറയേണ്ടി വന്നിടത്തൊക്കെ നമ്മളത് വിശദീകരിച്ചു കൊടുത്തതാണ്. 1971 ഉമർ മൗലവി സൽസബീലിൽ പാലത്തിനെ കൊണ്ട് എഴുതിപ്പിച്ചു. അതേപോലെ തന്നെ 1980 സുന്നി മുസ്ലിയാർക്ക് അവരുടെ ചോദ്യങ്ങളും ആരോപണങ്ങൾക്കും ചെറിയമണ്ടം അബ്ദുൽ ഹമീദ് മദനി ഷബാബിൽ മറുപടി നൽകി. ഈ മറുപടി പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പലരും പ്രസംഗമായി എടുത്ത് സംസാരിച്ചിട്ടുമുണ്ട്. 2004 മണ്ണാർക്കാട് സംവാദത്തിൽ സുലൈമാൻ സഖാഫിയും അലവി സഖാഫിയും അതേ മുഖാമുഖ മീരന്മാർ മണ്ണാർക്കാട് സ്വമതിയത്തുമായി വന്നപ്പോ പൊളിച്ചു കൈ കൊടുത്തില്ലേ? ആ സംവാദത്തിൽ സഹോദരന്മാരെ പ്രാർത്ഥനയുടെ പര്യായമായ സഹായാഭ്യർത്ഥന അതിന് തെളിയിക്കാനായി കൊണ്ടുവന്നത് ഈ ദുർബലമായ ഹദീസായിരുന്നു. ആ സന്ദർഭത്തിലും വസ്തുനിഷ്ഠമായി മുൻഗാമികൾ ആ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഈ ദുർബലമായ ഹദീസിന്റെ വിഷയം വിശദീകരിച്ചു കൊടുത്തു. ഷാർജ മുഖാമുഖത്തിൽ ചോദ്യമുന്നയിച്ച ചോദ്യകർത്താവിന് മറുപടിയായി സഹോദരന്മാരെ ഈ ഹദീസ് തെളിവായി കൊണ്ടുവന്നപ്പോൾ ബഹുമാന്യനായ ഹുസൈൻ സലഫി അന്ന് മറുപടി പറഞ്ഞു. ഇതേ മറുപടി 2005 തൗഹീദ് സംശയങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഇതേ കാര്യം എഴുതി. 2009 ജിദ്ദയിൽ സാക്ഷാൽ അബ്ദുറഹിമാൻ സലഫി തിരുവനന്തപുരത്തെ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ആദർശ സഹോദരനെ കൊണ്ട് ചോദിപ്പിച്ച് അവിടെ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി ഇത് തന്നെ പറഞ്ഞു. അന്ന് ദുർബലം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചില്ല, അത് വിശദീകരിച്ചു. അത് നന്നായി. എന്തൊക്കെ റിവായത്തുകൾ വന്നു? മലക്കാണെന്ന് റിപ്പോർട്ടിലുണ്ട്, ജിന്നാണെന്ന് റിപ്പോർട്ടിലുണ്ട്, വേറെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഏതെടുത്താലും അതിൽ ശിർക്കില്ല
എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തിട്ടുണ്ട്. 2010 നൗഫലിന്റെ ചോദ്യത്തിന് ഉത്തരമായി അബ്ദുറഹിമാൻ സലഫി ഈ ജാമിയയിൽ എടവണ്ണയിൽ സഹോദരന്മാരെ ഇതേ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നാ ഇത് മാറ്റിയത്? അപ്പൊ എല്ലായിടത്തും ഈ ദുർബല ഹദീസ് വെച്ച് ഇരിക്കേണ്ടിടത്തും പറയേണ്ടിടത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംവാദ വ്യവസ്ഥക്ക് വന്നപ്പോ നേരത്തെ ഉമർ മൗലവി പറഞ്ഞതുപോലെ ആ അമ്മിണി വലിയ മുസ്ലിയാരുടെ ചോദ്യത്തിന് ചെറിയ കുട്ടി മതി എന്നുള്ള നിലക്ക് പാലത്ത് മദനിയാകുന്നതിന് മുമ്പ് ചെറുപ്പക്കാരനെ കൊണ്ട് എഴുതിപ്പിച്ചതുപോലെ വണ്ടൂരിലുള്ള സാലിം എന്ന് പറയുന്ന നമ്മുടെ ആദർശ സുഹൃത്തും അതേപോലെ തന്നെ ഫൈസൽ എന്ന് പറയുന്ന നന്ദിയിലെ സഹോദരനും അനസ് മുസ്ലിയാർക്കും ഇമ്മിണി വലിയ ഹനീഫ് കായക്കൊടിക്കും മുമ്പിൽ ഇരുന്നപ്പോൾ പതറിപ്പോയി അല്ലേ? സാരമില്ല, പിടുത്തം വിട്ടാൽ അങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് പ്രശ്നമില്ല. പഴയ നമ്മുടെ തൗഹീദിലേക്ക്, അതെ, ആരൊക്കെയോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ എന്തൊക്കെയോ ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയതാണ്. തിരിച്ചു വരണം പഴയ നമ്മുടെ തൗഹീദിലേക്ക്. 2012 മുമ്പുള്ള നമ്മൾ ഇത്രയും കാലം കൊണ്ടുവന്ന തൗഹീദിലേക്ക് തിരിച്ചു വരണമെന്നാണ് അവരോട് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരന്മാരെ, ഈ സംവാദത്തിൽ ഈ ദുർബല ഹദീസുമായി സംവാദം നടത്തൂല, നാണമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ അനസ് മുസ്ലിയാരോട് ചോദിക്കാനുള്ളത്, ഈ ദുർബല ഹദീസ് വെച്ച് നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഈ ദുർബല ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഗണന നടത്താൻ പറ്റുമോ? ഈ ദുർബല ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഖാമുഖം നടത്താൻ പറ്റുമോ? പറ്റുമെന്നാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സംവാദവുമാവാം, തർക്കമില്ല. ഇവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറിയതാണത്. ഫൈസൽ നന്ദി അതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ കാര്യം വിശദീകരിച്ചപ്പോൾ തന്നെ ഇരുന്ന് വിയർത്തെടങ്ങറാകുന്നത് ആ രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആ വിഷയത്തിൽ അദ്ദേഹത്തിന് തൗഹീദിൽ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ അനസ് മൗലവി, 2012 മുമ്പ് ഈ വാചകം നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ് ഉണ്ടായത് എന്ന് ഈ പാവപ്പെട്ട മുജാഹിദുകളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അനസ് മൗലവി പറഞ്ഞിട്ടില്ല. നിങ്ങൾ വൈകാരികമായിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ പ്രസ്ഥാനത്തിൽ ഫിത്നയുണ്ടാക്കാൻ, ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ഈ പടച്ചുണ്ടാക്കി ഈ ആരോപണം പൊറുക്കുകയില്ല പടച്ച തമ്പുരാൻ. ISMന്റെ മുഖപത്രത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി കൊടുത്ത മറുപടിയിൽ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം അച്ചടിച്ചു വന്നിട്ട് ആയിരക്കണക്കിന് വരുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ അതറിഞ്ഞില്ല എന്ന് പറയുന്നത് അനസ് മൗലവി ചിരിക്കരുത്. നിങ്ങൾ ആയിരക്കണക്കിന് വരുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ ആ ശബാബ് വായിച്ചു, അതിനു മുമ്പ് സൽസബീൽ വായിച്ചു. 2004 മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, മക്കയിലെ മുശ്രിക്കിന്റെ നിലപാടാണ് ആ സുലൈമാൻ സഖാഫി മാളിയേക്കലിനോട് സക്കരിയ സലാഹി പറഞ്ഞത് എങ്കിൽ സാത്വികരായ പണ്ഡിതന്മാർ അതിനനുകൂലമായി നിൽക്കുമോ മൗലവി? എന്നിട്ട് നിങ്ങൾ ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ലെറ്റർ പേഡ് ഇപ്പോൾ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു. സഹോദരന്മാരെ, ഇമ്മിണി വലിയ അനസ് മുസ്ലിയാരെ ഇരുത്തി പൊരിച്ചു ഫൈസൽ നന്ദി അല്ലേ? എന്നിട്ട് അവിടുന്ന് ചിരിച്ചൊപ്പിക്കുകയാണ് ആശനിമാരെ പോലെ. അങ്ങനെ പുടുത്തം വിട്ട വാദവുമായി വന്നിരുന്നു. എന്നിട്ട് പിന്മാറാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ അവിടുന്ന് ഫൈസൽ നന്ദിയും അതേപോലെ തന്നെ സാലിം കയും കൃത്യമായി ആ കാര്യം പിടികൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ആ സംവാദ വ്യവസ്ഥ മുഴുവനായി ഇടാൻ സമയമില്ലല്ലോ, ഇവിടെ അതിന്റെ CD ലഭിക്കുന്നതാണ്, അതെല്ലാവരും കൈപ്പറ്റണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആ സംസാരത്തിൽ സാലിം എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ അവിടുന്ന് കൃത്യമായി അനസ് മുസ്ലിയാരോട് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്തു, വ്യതിചലിച്ചത് നിങ്ങൾ തന്നെയാണ്. ഇരുത്തി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഉസ്താദാണ്, കാരണം നിങ്ങളൊക്കെ പറഞ്ഞത് പഠിച്ച ആളാണ് ഞാൻ, നിങ്ങൾ അതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞപ്പോ അതിനെ ഒന്ന് പരിഹസിക്കാൻ, ഞാൻ ഉസ്താദാണെന്ന് സമ്മതിച്ചുതരാം, പക്ഷെ കുരുത്തം കിട്ടിയിട്ടില്ല. എന്തൊക്കെ പരിഹാസമെന്നറിയോ? അതിന് സാലിം ആദ്യം പറയുന്ന ആ സംവാദത്തിലെ വ്യതിചലിച്ചത് നിങ്ങളാണ് എന്നതും ആ സന്ദർഭത്തിൽ അവൻ പറഞ്ഞപ്പോഴുള്ള ആ വാക്കെടുത്തുകൊണ്ട് മറുപടി പറയുന്ന രംഗമൊക്കെ നമുക്ക് കാണാം. ആദ്യം സാലിം സംസാരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കും. ഞങ്ങള് ഇവിടെ പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടിൽ നിന്ന് ഞങ്ങൾ അടകിട മാറിയിട്ടില്ല. അനസ് മൗലവി പറഞ്ഞു, ഞങ്ങളെ മനസ്സിൽ തരിമ്പ് തൗഹീദ് ഉള്ളത് കൊണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുമെന്നുള്ളത്. ഞങ്ങളെ മനസ്സിൽ തരിമ്പ് തൗഹീദ് അല്ല ഉള്ളത്, ഞങ്ങളെ മനസ്സിൽ പൂർണ്ണമായ തൗഹീദാണുള്ളത്. കാരണം തൗഹീദിന്റെ പോരാളികളായ ഉമർ മൗലവിയുടെയും അതുപോലെ തന്നെ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെയും അതേ വാദത്തിലാണ്, അനസ് മൗലവി ഇതിനു മുമ്പ് പറഞ്ഞ വാദത്തിലാണ് ഞങ്ങളുള്ളത്. അത് പൂർണ്ണമായ തൗഹീദാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ മൗലവിമാരും ഉസ്താദുമാരൊന്നുമില്ല ഞങ്ങൾ തന്നെ വരാൻ കാരണം. ഞങ്ങൾ സാധാരണക്കാരനാണ്, മുനീറിനോട് വെച്ചറിയും.
ഞങ്ങൾ സാധാരണക്കാരൻ, ഞങ്ങൾക്ക് തന്നെ ഈ വിഷയവുമായി നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടുകളും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകളും ഞങ്ങളുടെ വാദമാണ് ശരി എന്ന് നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ കാരണം. പിന്നെ ഉസ്താദ് പറഞ്ഞു മറ്റേയാൾ പറഞ്ഞു എന്നുള്ളത് വേറെല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിലും ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും അത് അവർക്ക് തന്നെ തെളിയിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് അവർക്ക് കഴിയും. ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് ഈ അനസ് മൗലവിയുടെ പ്രഭാഷണം കേട്ട് ചെറിയ മുണ്ടത്തിന്റെ വിശദീകരണങ്ങൾ കേട്ട് നിങ്ങൾ പറഞ്ഞല്ലോ തീം ഉണ്ടാക്കി എന്നുള്ളത്. ഈ തീം ഉണ്ടാക്കാൻ കാരണം ഈ വിഷയമാണല്ലോ, അടിസ്ഥാനപരമായി യാ ഇബാദല്ലാ എന്നുള്ള വിഷയമാണല്ലോ. അതുകൊണ്ട് അവിടെ ചർച്ചക്ക് വരണം, അവിടെ വരണം. യാ ഇബാദല്ലാ എന്നുള്ളത് പിന്നെ അനസ് മൗലവി പറഞ്ഞു പുഴയിൽ വീണ ജിന്നിനെ വിളിക്കാന്ന് അനസ് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ യാ ഇബാദല്ലാ എന്നതിൽ ശിർക്കില്ലാന്ന് അനസ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കാനുള്ള ധൈര്യം അനസ് മൗലവിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്പാദത്തിൽ തെളിയിക്കും. അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ വ്യവസ്ഥ എഴുതിക്കോളൂ. ഈ വിഷയത്തിൽ നിങ്ങൾ അന്നത്തെ വാദത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വ്യവസ്ഥ എഴുതിക്കോളൂ. ഈ വിഷയത്തിൽ അന്നത്തെ വാദത്തിൽ നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അനസ് മൗലവിന്റെ വീട്ടിലെ കെട്ടിയ ഭാര്യക്ക് അനസ് മൗലവിന്റെ പഴയ സീഡിയും പുതിയ സീഡിയും കൊടുത്താൽ മൂപ്പത്തി തന്നെ പറഞ്ഞു കൊടുക്കും ഇതിന്ന് വ്യതിയാനം ഓൽക്കൊന്നല്ല ഇങ്ങക്കാ പറ്റിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ പൂർണ്ണതകളായ ഉമർ മൗലവിയിൽ നിന്നും അതുപോലെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയിൽ നിന്നും എത്ര വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ചെറിയ മുണ്ടം 2000 മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു വിഭാഗത്തിന് വ്യതിയാനം ഉണ്ടായപ്പോൾ അന്നത്തെ കേരള ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്തല്ലോ. എന്തൊക്കെ ചർച്ച ചെയ്തു? ആശയ സമന്വയത്തിലെ സെക്സ് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ തൗഹീദിന്റെ മുൻഗണനാക്രമം അട്ടിമറിച്ച് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ യൂസുഫ് ഖർളാവിയുടെ ലേഖനം ചർച്ച ചെയ്തു. അന്നൊക്കെ ഉള്ള ഒരു വിഷയമാണല്ലോ ഇത്. ചെറിയ മുണ്ടം പാലം കെട്ടാൻ പറഞ്ഞു എന്നല്ലാതെ ചെറിയ മുണ്ടം തൗഹീദിന്റെ പാലം വലിച്ചു എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആരെങ്കിലും കേരള ജമിയത്തുൽ ഉലമയിൽ അന്ന് ജീവിച്ചിരുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്, ഈ നിലപാടിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യതിചലിച്ച ആളുകൾ പുറത്തു പോയി പറയണം മുജാഹിദ്. അത് ഞങ്ങൾ തെളിയിക്കും ഇൻഷാ അല്ലാഹ്. സംവാദത്തിൽ ഞങ്ങൾ തെളിയിക്കും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ തെളിയിക്കും. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരും കേട്ടല്ലോ സഹോദരന്മാരെ. അനസ് മുസ്ലിയാർക്ക് കഴിവുള്ള ആദർശരംഗത്ത് ഉപയോഗമുണ്ടായിരുന്ന ഒരു നാവായിരുന്നു. അത് വളഞ്ഞപ്പോൾ പിടിച്ചു സാലിം. കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. നിങ്ങളുടെ പഴയ പ്രസംഗവും പുതിയ പ്രസംഗവും ഭാര്യക്കൊന്ന് കളിപ്പിച്ചൊടിക്കും ബോധ്യപ്പെടുമെന്ന്. എല്ലാവർക്കും അത് ബോധ്യപ്പെടുമല്ലോ, പിന്നെ ഭാര്യക്കായി ബോധ്യപ്പെടാതിരിക്കുമോ? ഇതാണ് അതിന്റെ വസ്തുത. വളരെ കൃത്യമായി ഈ കാര്യം മനസ്സിലായി. ഇനി നോക്ക്, ആ നിങ്ങളുടെ പ്രസംഗം കേട്ട ഞാൻ എന്നതിൽ അദ്ദേഹം പിടിച്ചു. എന്നിട്ട് അതൊന്ന് പരിഹസിക്കാൻ നോക്കി. പക്ഷെ ഉടനെ സാലിമ് മറുപടിയും കൊടുത്തു. ആ പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഞാനാണ് അദ്ദേഹത്തിന്റെ ഉസ്താദ്, പക്ഷെ ഗുരുത്വം കിട്ടിയില്ല. അതാണ് പ്രശ്നം. ഞാൻ ഉസ്താദാണെന്ന് സംബന്ധിച്ച് ഗുരുത്വം കിട്ടിയിട്ടില്ല. എന്താ കുരുത്തം കിട്ടാതിരിക്കാനുള്ള കാരണം? അത് സാലിം അവിടെ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. കേട്ടോളൂ. ആണെന്നുള്ളതാണ്. ഇങ്ങനെ മാറ്റി പറയുന്ന ഉസ്താദന്മാരാകും ഗുരുത്വം ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളതാണ്. ഇങ്ങനെ മാറ്റി പറയുന്ന ഉസ്താദന്മാരാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. സംഗതി മനസ്സിലായല്ലോ. തൗഹീദ് 2012 മാറ്റി പറഞ്ഞല്ലോ. അതുവരെ ഒരു വാദം, അതിനുശേഷം വേറെ വാദം. മാത്രമല്ല അങ്ങനെ ആദർശ വിശദീകരണവുമായി ഇറങ്ങിയപ്പോ പ്രവർത്തകർക്കുള്ള ക്ലാസ്സിൽ ഒന്ന്, അതേപോലെ തന്നെ പുറത്തിറങ്ങിയപ്പോ വേറൊന്ന്. ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നതല്ല മറ്റന്ന്, അല്ലേ? ഇങ്ങനെ ഇന്ന് ഇരുവേറ്റിൽ എന്തു പറയുമെന്ന് അറിയില്ല, പിന്നത്തെ പരിപാടിയിൽ എന്തു പറയണമെന്ന് അറിയില്ല. ഇങ്ങനെ മാറി മാറി പോകുന്നു. അതാണ് സാലിമ് പിടിപെട്ടത്. അതുകൊണ്ട് ആ കുരുത്തം കിട്ടാതിരിക്കുകയാണ് നല്ലത്. അതിന്റെ കാരണം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടട്ടെ, അദ്ദേഹം തിരിച്ചു വരട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ആ കാര്യത്തിൽ ആ ഒരു നസീഹത്തോടു കൂടി ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ജിന്ന് കൂടുന്നതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആ വ്യവസ്ഥയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പല പരിഹാസങ്ങളും ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ സാലിം കൃത്യമായി ഓരോന്നും അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അനസ് മൗലവി അവിടുന്ന് മിണ്ടുന്നില്ല. എന്ത്? ഡോക്ടർ സുബൈറിന്റെ കൂടെ പോയതും ജിന്ന് കൂടിയതും ഇറക്കിയതും റുഖിയ ശറയ്യ എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇതിന്ന് ഒഴിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ പിടിച്ചിരുത്തി മിണ്ടിയില്ല. ഇൻഷാ അല്ലാഹ് ആ ഭാഗമൊക്കെ സക്കരിയ സ്വലാഹി ക്ലിപ്പിട്ട് സംസാരിക്കും. സുബൈർ ഡോക്ടറെ കൂടെ പോയ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ആ വ്യവസ്ഥയിൽ നടന്ന സംസാരത്തിന്റെ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. പറഞ്ഞ ദുർബലമായ ഹദീസ് ഹക്കൊണ്ട് ചോദിക്കണമെന്നൊരു ദുർബലമായ ഹദീസിലുണ്ടെന്നാണ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർ ആ ഹദീസിൽ പറഞ്ഞ വിഷയത്തിൽ ഷിർക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുണ്ടെന്ന് പിൽക്കാലത്ത് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് ഞങ്ങൾ സംവാദം നടത്തും. മനസ്സിലായില്ലേ? ആ ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹക്ക് കൊണ്ട് ചോദിക്കൽ ഷിർക്കല്ല എന്ന് നമ്മൾ മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് മുജാഹിദ് പണ്ഡിതന്മാർ ആ പറഞ്ഞത് ഷിർക്കാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ
നമ്മളെന്ത് ചെയ്യും അത് സമ്പാദിച്ചു. ഈ വിഷയത്തിൽ അനസുമോലി അണ്ടിവർക്ക് കുറെ നടന്നിട്ടുണ്ടാവും. കാരണം ഇത്രയും കാലം മൂപ്പര് തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ അന്ന് തെളിവുണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ജിന്ന് കൂടിയിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും അന്ന് അങ്ങനെ പറഞ്ഞത്, ഇന്നിങ്ങനെ പറഞ്ഞത്. പിന്നെ സുബൈഡോർക്കൊക്കെ നല്ല ബന്ധമായതുകൊണ്ട് ജിന്ന് കൂടുന്നതും മറക്കുന്നതൊക്കെ അറിയുണ്ടാവുമല്ലോ. പിന്നെ ചിലപ്പോൾ മൂപ്പരപ്പം പോയപ്പോൾ അവിടുന്നുള്ള ജിന്ന് കൂടിയതാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ മുജാഹിദ് പണ്ഡിതന്മാർ ഞങ്ങളെ വാദതാണ്. ഈ ഹദീസിന്റെ വിഷയത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞ നിലപാടിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ചെറിയ മുണ്ടത്തിന്റെ വിഷയം, പാലം കെട്ടുന്ന വിഷയം വരെ ചർച്ച ചെയ്തു. ചെറിയ മുണ്ടത്തിന്റെ ജമിയത്തുൽ ഉലമയുടെ മീറ്റിംഗിൽ നിർത്തിയിട്ട് ചെറിയ മുണ്ടം ആ വിഷയം വിശദീകരിച്ചു. അന്ന് ഈ വിഷയം മക്ക കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. അനസ് മുസ്ലിയാരാകെ ഇരുന്ന് ഇടങ്ങറാവാൻ, ജിന്നു കൂടിയതും അടിച്ചിറക്കാൻ പോയതും അല്ലേ, ആ രഹസ്യം കണ്ട് പുറത്താകും എന്നുള്ള നിലക്ക് പ്രയാസപ്പെടുകയാണ്. പിന്നെ മൂപ്പര് മിണ്ടുന്നില്ല. സംവാദ CD മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഭാഗം മൂപ്പര് മിണ്ടുന്നില്ല. വേറെ പല ഉഷാറാവാൻ നോക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല ആ ഭാഗം തൊടാൻ, നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ തൊള്ളയതുപ്പലാണ്, ഖുർആൻ തെറാപ്പിയാണ്, അതേപോലെ തന്നെ ക്ലിനിക്ക് തുറന്നിരിക്കുകയാണ്, അടിച്ചിറക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വഹീഹായ ഹദീസിൽ വന്ന റുഖിയ ശറയ്യയെ നിഷേധിക്കാൻ വേണ്ടി ആരൊക്കെയോ പറഞ്ഞത് അതുപോലെ വാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ റുഖിയ ശറയ്യയിൽ പെട്ടുകിടക്കുകയാണ്. ഇപ്പൊ മുണ്ടാൻ വയ്യ, ആ കോലത്തിലുണ്ട്. അതുകൊണ്ട് ഉള്ളത് അംഗീകരിക്കുന്ന വസ്തുതയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തെ നമ്മൾ ക്ഷണിക്കുകയാണ്. ഇനി അദ്ദേഹം പറയാണ്, അനസ് അവിടെ പറഞ്ഞു, കായക്കൊടി ഇവിടെ പറഞ്ഞു, ഇതല്ലാതെ അങ്ങനെ പറയുകയല്ലാതെ ആയത്തും ഹദീസൊന്നും ഇവർക്ക് തെളിവില്ല. സാലിമിനോടും ഫൈസൽ നന്ദിയോടും അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെളിവുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പ്രമാണമുണ്ട്. നിങ്ങളിങ്ങനെ അവിടെ അനസ് പറഞ്ഞു, ഇവിടെ അനി പറഞ്ഞു, അതാ നിങ്ങളുടെ തെളിവ്. അല്ലാതെ അള്ളാന്റെ ആയത്തെയും കോതാൻ കഴിയില്ല, അള്ളാന്റെ റസൂലിന്റെ ഹദീസും പറയാൻ കഴിയില്ല. ഞങ്ങൾക്കറിയാം സ്വഹീഹായ ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലില്ല. എന്നാൽ ഇതേ തെളിവ് പറഞ്ഞ ആളുകൾ, ഞങ്ങളുടെ തെളിവുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ, ഖുറാഫികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയത്തിൽ ആരോപണവുമായി വന്നപ്പോ ആയത്തോതിയോ ഹദീസോദിയോ ദലീല് പറഞ്ഞു കൊടുത്തോ? ഇല്ല. ഹാത്തു ബുർഹാനക്കും, തെളിവ് താനാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാവില്ല തെളിവ് തരുമെന്ന് പറഞ്ഞിട്ട് ബഹുമാന്യനായ സക്കരിയ സ്വലാഹിയുടെ ക്ലിപ്പാണ് തെളിവ് കൊടുക്കുന്നത്. ആയത്തു ഹദീസൊന്നും അന്ന് മൂപ്പർക്ക് ഓർമ്മയില്ല. കണ്ടോളൂ നിങ്ങൾ. ബഹുമാന്യനായ സക്കരിയ സ്വലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സ്വലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ എത്രമാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അള്ളാഹ് പറയിക്കല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്, സക്കരിയ സ്വലാഹി അങ്ങനെ പറഞ്ഞു. സക്കരിയ സ്വലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു, താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദമുണ്ട് എന്നാ സക്കരിയ സ്വലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സ്വലാഹിയുടെ നേരെയായിരിക്കും തിരിച്ചു വെക്കുക. ഇനി അങ്ങനെ ഒരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച സുഹൃത്തിന്, ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സ്വലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സ്വലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ്. ഇത് മുമ്പ് ഇവിടെ ഇട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും സഹോദരന്മാരെ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം കാണിച്ച് അവസാനിപ്പിക്കുകയാണ്. അതായത് അദ്ദേഹം ഞാനിതാ തെളിവ് തരുന്നു എന്ന് പറഞ്ഞിട്ട് സക്കരിയ സ്വലാഹി പറഞ്ഞ ഭാഗം ഇട്ട് കൊടുക്കണം. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അല്ല മറഞ്ഞ വഴിക്ക് എന്ന് മുജാഹിദ് പറഞ്ഞില്ലേ? നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സ്വലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്, മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സ്വലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിൽ ഈ 5 എണ്ണം മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകട
കേട്ടല്ലോ സഹോദരന്മാരെ, എന്താ തെളിവ് പിടിച്ചോന്ന് പറഞ്ഞിട്ട് സ്ക്രീനിലേക്ക് നോക്കിക്കോ. ആയത്ത് ഹദീസാണോ? അല്ല. അപ്പൊ ആയത്ത് കൊടുക്കേണ്ടടുത്ത് അത് കൊടുക്കണം, ഹദീസ് കൊടുക്കേണ്ടത് കൊടുക്കണം. ചിലപ്പോ ഈ വിഷയത്തിൽ ചില തെളിവുകൾ വേറെ കൊടുക്കേണ്ടി വരും. അതാണ് അവിടെ പറഞ്ഞത്. അപ്പോഴാണ് ആയത്തും ഹദീസും തരണം, ഞങ്ങളത് തരും, നിങ്ങൾക്കതില്ല എന്ന് പറഞ്ഞ് തനി മുസ്ലിയാരാവുക. ഈ മുസ്ലിയാരാവലും മാറ്റണമെന്നതാണ് നമുക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, അങ്ങനെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ നിന്ന് തിരിഞ്ഞു പോയ അഥവാ ഈ തൗഹീദ് 2012 വാദവുമായി പറഞ്ഞ ആളുകൾ മറഞ്ഞ വഴിയും ഭൗതികവും അഭൗതികവും ഒക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്, ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. ഇതുവരെ നമ്മൾ വിശ്വസിച്ചു പോന്ന നമ്മുടെ തൗഹീദിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. നേരത്തെ നമ്മൾ ഒന്നിച്ച് ഈ വിഷയത്തിൽ ആരോപണം പറഞ്ഞവർക്ക് മറുപടി കൊടുത്തപ്പോ നമ്മൾ പറഞ്ഞിരുന്ന വാദം എന്താണ്, മറഞ്ഞ വഴി എന്താണ്, ഭൗതികം അഭൗതികം. കേൾക്കൂ, ഹനസ് മൗലവി തന്നെ വിശദീകരിക്കട്ടെ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ച് പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടു നടക്കണ കണ്ടപ്പോ കൊള്ളാലോ, അത് നമുക്കും പറ്റുമോ, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ എന്നെ പറയുന്നുണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്ക് വടക്കോട്ട് ഓടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചളിഞ്ഞതും കൊണ്ട് ഓടി നോക്കി. ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? കേരളത്തിൽ വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ. അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത്. അപ്പൊ അത് അണ്ണാക്കിലിട്ട് ചപ്പിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പര്. കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. ആരാണ് ആ ചപ്പലിലേക്ക് കൊണ്ടുപോയത് അവരെ വിട്ടോളൂ, എന്നിട്ട് ആദർശ പ്രബോധന രംഗത്ത് സജീവമായിക്കോളൂ, നമ്മുടെ ആയുസ് കളയണ്ട എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരന്മാരെ, ഇനി നോക്കൂ നിങ്ങൾ, ഈ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ ഭൗതികവും അഭൗതികവും അതേപോലെ തന്നെ മറഞ്ഞ വഴിയും ഒക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽപ്പെട്ട ആളാണ് അനസ് മുസ്ലിയാരും. ആ വിഷയത്തിൽ പറഞ്ഞ ആളാണ് അബ്ദുറഹ്മാൻ സലഫിയും. അത് വിശദീകരിച്ച പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ് അനീഫ് കായക്കൊടിയും. പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ അത് മാറ്റി പറയുന്നു, എന്നിട്ട് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. എന്നാൽ ആദർശത്തിൽ സ്ട്രോങ് ഉള്ള വിഷയങ്ങളെ കാതലായി പഠിച്ച് ആഴത്തിൽ പഠിച്ച് സാധാരണ പ്രവർത്തകർ പോലും കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ചില ആദർശ വിശദീകരണത്തിൽ അവിടുന്ന് പോവാൻ സമ്മതിക്കാതെ ഇത് വ്യക്തമാക്കണം എന്ന് പറഞ്ഞപ്പോൾ കുടുങ്ങുമ്പോ അങ്ങനെ ഒരു വാദം സക്കരിയ സ്വലാഹിക്കില്ല, അങ്ങനെ ഒരു വാദം ജബ്ബാർ മൗലവിക്കില്ല. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞതോ ഉണ്ട് ഷിർക്കാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇല്ല എന്ന് തന്നെ ഈ 2012 തൗഹീദ് ഉണ്ടാക്കി കളം മാറ്റി ചവിട്ടിയതിന് ശേഷം തന്നെ സത്യം സമ്മതിക്കുകയാണ് തിരുവനന്തപുരം ആ സംസാരത്തിൽ. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ കായക്കൊടി പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്.
സഹോദരന്മാരെ, ആ വിഷയത്തിൽ സക്കരിയ സ്വലാഹിയുടെ നിലപാടെന്താണ്, അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ നിലപാടെന്താണ്, വളരെ കൃത്യമായി അവർക്ക് തേടാമെന്നോ പ്രാർത്ഥിക്കാമെന്നോ വാദമില്ല. പിന്നെയോ നാളിതുവരെ നമ്മൾ മനസ്സിലാക്കിയതുപോലുള്ള വാദമാണ് ഉള്ളത് എന്ന് കുടുങ്ങിയപ്പോൾ സമ്മതിക്കുകയാണ്. തൊട്ടു മുമ്പ് ഈ തിരുവനന്തപുരം പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ജാമിയയിൽ വെച്ച് നടന്നിട്ടുള്ള പരിപാടിയിൽ ജബ്ബാർ മൗലവിക്ക് അങ്ങനെ വാദമുണ്ട്, സക്കരിയ സ്വലാഹിക്ക് ആ വാദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഫിത്നയുടെ രൂപം ഇല്ല എന്ന് പറയുന്ന വാദവും രണ്ടും കൂടി ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രംഗം അതേ ഹനീഫ് കായയുടെ നാവിലൂടെ കൂടെ തന്നെ നിങ്ങളൊന്ന് കേൾക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സ്വലാഹിക്ക് ജിൻ അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സ്വലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സ്വലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സ്വലാഹിക്കില്ല. സക്കരിയ സ്വലാഹിക്ക് ജിൻ അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. ഇതാണ് ആശയക്കുഴപ്പം സഹോദരന്മാരെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തി തിരുവനന്തപുരത്ത് പോയി അങ്ങനെ വാദമില്ല എന്ന് പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കാമെന്ന വാദമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ തർക്കത്തിലിരിക്കുന്ന ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ജിന്നുകളോടോ മലക്കളോടോ ഇല്ല. സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ വാദമില്ല, ജബ്ബാർ മൗലവിക്ക് അങ്ങനെ വാദമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കൽ അവസാനിപ്പിച്ച് സമ്മേളനത്തിന് മുമ്പേ തിരിച്ചെടുത്താൽ മതി, നമ്മുടെ പ്രതിസന്ധി തീർന്നല്ലോ. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ ആദർശത്തോടും ഈ ആദർശ കൂട്ടായ്മയോടും ഗുണകാംക്ഷയോടും മുന്നോട്ട് നീങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സഹോദരന്മാരെ, അതല്ലേ നമ്മുടെ പക്വമായ നേതൃത്വം ചെയ്യേണ്ടത്. അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മറ്റൊരു വിഷയം, തൗഹീദിന്റെ വിഷയത്തിൽ ഈ അട്ടിമറിക്കലും ആശയക്കുഴപ്പമുണ്ടാക്കലും മാത്രമല്ല, മടവൂരി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഈ പ്രസ്ഥാനത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഹദീസുകളെ നിഷേധിക്കുന്ന പ്രവണത അവർക്കുണ്ടായി. അവരിലെ വലിയ ഹദീസ് പണ്ഡിതനെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന, നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഈ നാട്ടുകാരൻ മൗലവി തന്നെ അതുമായി ബന്ധപ്പെട്ട വാദം അന്നേ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത്, നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിന് പറയില്ലാതെ കൂട്ടാൻ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? 60 ഹദീസ് മൂപ്പരങ്ങ് ലൈഫാക്കി മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് സുന്നത്താ കൂട്ടരെ നഷ്ടപ്പെട്ടത്? സുന്നത്ത് മാത്രമല്ല, ഹദീസിൽ വന്ന വിശ്വാസങ്ങളും അതേപോലെ തന്നെ പല സുന്നത്തുകളും നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണം പറയട്ടെ. നിങ്ങൾ തന്നെ പറയുന്നു, ജിന്നുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസത്തിനെതിരായി ജിന്ന് എന്ന് പറഞ്ഞാൽ അത് വൈറസാണ്, കാട്ടാളനാണ്, പല അർത്ഥങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ നിഷേധിക്കുന്ന, പരിഹസിക്കുന്ന ഒരവസ്ഥ കണ്ടോളൂ നിങ്ങൾ. ജിന്ന് പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാനിൽ ഉദ്ധരിക്കുന്നുണ്ട്. കാമൂസ് അറബി അംഗീകരിച്ച് നികൊണ്ടാണ് കാമൂസ്. ആ ലിസാനിൽ അറബിലും കാമൂസിലും ധാരാളം അറബി പദങ്ങൾ ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിക്കൊന്നും ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന. പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്. അപ്പൊ കാട്ടാളൻ, വൈറസ്, ഫംഗസ് അതൊക്കെയാണ് ജിന്ന്. അതിന് അന്ന് മടവൂരികൾക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് ഐക്യത്തോടെ നമ്മള് മുമ്പ് തൗഹീദിന്റെ വിഷയത്തിൽ മറുപടി പറഞ്ഞതുപോലെ നമ്മുടെ സംഘടനാ നേതാവ് പറഞ്ഞു, വൈറസ് എന്ന് പറയുന്ന നിഷേധം ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് മടവൂരികൾക്കെതിരെ, ഹദീസ് നിഷേധത്തിനെതിരെ നമ്മൾ ശബ്ദിച്ചു. ഇന്ന് ഹദീസ് നിഷേധിക്കുന്ന, പുച്ഛിക്കുന്ന പ്രവണതകൾക്ക് പ്രശ്നമില്ലാതെ അദ്ദേഹം സംരക്ഷിക്കുന്നു, ഓശാന പാടുന്നു. അതുകൊണ്ട് മടവൂരികളോട് ഏത് നിലപാടാണോ ഹദീസ് നിഷേധത്തിന്റെ വിഷയത്തിൽ നമ്മൾ എടുത്തത്, അതേ നിലപാട് തന്നെയാണ് നവമടവൂരിസത്തിന്റെ നിഷേധങ്ങൾക്കെതിരെയും നമുക്കുള്ളത്. അന്ന് അബ്ദുറഹിമാൻ സലഫി ഈ വൈറസ് എന്ന വ്യാഖ്യാനത്തിനെതിരെ പറഞ്ഞ മറുപടി ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ. ആ കൂട്ടത്തിൽ ഒന്ന്, ഇത്തരം ഹദീസുകള്
എന്ന് വിശുദ്ധ ഖുർആൻ ജിന്നിനെ സംബന്ധിച്ചു തന്നെ ഒരു അധ്യായം തന്നെ കാണാം. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും വന്ന ഈ ജിന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത് ബാക്ടീരിയയാണ്, വൈറസ് ആണ്. അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അത് പറഞ്ഞ അപ്പൊ അന്നത്തെ പ്രശ്നം അതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഇതുപോലെ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാം. ഈ ഒരു നിലപാട് ശരിയല്ല. ഏതുപോലെ ആസ്ഥാനത്തുള്ള ദാഇയുണ്ടല്ലോ സഹോദരന്മാരെ, ഈ നാടിനടുത്തുള്ള അരീക്കോട്ടുള്ള നമ്മൾ ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഒരു പണ്ഡിത സഹോദരൻ KC അബൂബക്കർ മൗലയുടെ മകൻ, നമുക്ക് വിഷമമുണ്ട് പറയാൻ. അദ്ദേഹം അത് പച്ചയായി ഹദീസിനെ പുച്ഛിക്കുകയാണ്, സുന്നത്തുകളെ പുച്ഛിക്കുകയാണ്. ഏതുപോലെ അബ്ദുസലാം സുല്ലമി പുച്ഛിച്ചതുപോലെ തന്നെ അബ്ദുസലാം സുല്ലമി പുച്ഛിച്ച രൂപം നിങ്ങളൊന്ന് നോക്കൂ. അതായത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോ മൂക്ക് 3 പ്രാവശ്യം തരിമൂക്കുൾപ്പെടെ അല്ലെ വെള്ളം കയറ്റി ചീറ്റണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്. കാരണം പിശാച് നിങ്ങളുടെ തരിമൂക്കിൽ രാപ്പാർത്തിട്ടുണ്ടാകുമെന്ന്. ആ ഹദീസിനെ കളിയാക്കുകയാണ്. അബ്ദുസലാം സുല്ലമി പുച്ഛിക്കുന്ന രൂപം നോക്കൂ നിങ്ങൾ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റാൽ 3 പ്രാവശ്യങ്ങൾ ചീറ്റണം എന്നാണ്. പിശാചോന്റെ മൂക്കിലാണ് താമസിക്കണമെന്നാണ്. ഇതൊന്നും വ്യാഖ്യാനൻ്റെതല്ല കേട്ടോ. ഞാൻ ഇവരെ അംഗീകരിക്കുന്ന സർവ്വ യാഥാസ്ഥിക വിഭാഗം വരെ അംഗീകരിക്കുന്ന ഫത്തുൽ ബാരിന്റെ ശറഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനം മാത്രമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫത്തുൽ നബവി പറയാണ്, ഇവിടെ ശൈത്താന് ഓന്റെ മൂക്കിലാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ശൈത്താനാ. ആ ശൈത്താൻ ഊതിയാ പോണ ശൈത്താനാ കൂട്ടരെ? അപ്പൊ ആ ശൈത്താനല്ല, അത് ഊതിയാ പോണ ശൈത്താനാണോ കൂട്ടരെ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് എതിരാവുകയാണ്. അതിന് ശക്തമായി നമ്മൾ ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് സെമിനാറുകളുമായി മുന്നോട്ട് നീങ്ങി. അൽഹംദുലില്ലാഹ്, അതേ ഹദീസ് സെമിനാറുകൾ വീണ്ടും നമ്മൾ ഉടലെടുത്തു. ആവശ്യഘട്ടമാണിത്. വിഷയത്തെക്കുറിച്ച് തിരിച്ചറിയണം നിങ്ങൾ സഹോദരന്മാരെ. ഇതേ നിഷേധം നമ്മളിലും ചില ആളുകൾക്ക് തൗഹീദ് 2012 ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നു. KC നിഅമത്തുല്ലാഹ് ഫാറൂഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇസ്ലാമിക പുരുഷന്മാരുടെ വേഷവിധാനത്തെക്കുറിച്ച്, അതിന്റെ അദബിനെക്കുറിച്ച്, അതിന്റെ സുന്നത്തിനെക്കുറിച്ച് പഠിപ്പിച്ചതിനെ അദ്ദേഹം പരിഹസിക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഇതാണ് അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. ഒരു അതിർത്തി, മതം എന്ന് പറഞ്ഞാൽ മിതമാണ്. മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികൾ ഇതിലേക്ക് വരാൻ പഠിക്കുക. അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല്, ISMൽ വന്നാല്, പിന്നെ ഈ കോച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ? എടങ്ങേറായി തോന്നും. മതം എളുപ്പമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല. അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്നും എന്നോട് കഴിയൂല, അതുകൊണ്ട് കുറച്ചുകൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. നിരാണ്ട മേപ്പറുണ്ട് കയറ്റിയിട്ട് 343 എന്താ പറയല്, ആ നിലക്ക് അവിടെയാണ് മുറിച്ച്. നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, MBBSന് പഠിക്കുന്ന കുട്ടികൾ ഈ ഉലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരോട് പറഞ്ഞ് പേടിപ്പിക്കുക. നിങ്ങളെ കത്തിരിയാണ്ട് എടുത്തിട്ട് നെരിയാണിന്റെ അവിടെ നിർത്തിയാ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക. അപകടമാണ്. നെരിയാണിന്റെ അവിടെ മുറിച്ചാ പോരെ, അതിന്റെ മേലെ കയറ്റി മുറിക്കണോ? അപകടാണേ. എന്തൊരപകട! ഇതുപോലെ താടി നീട്ടുന്നതിനെ, സ്ത്രീകൾ മുഖം മറക്കുന്നതിനെ എല്ലാം ഗുലുവായിക്കൊണ്ട് അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഇസ്ലാമിൽ ഹദീസിൽ കൃത്യമാണ് അതിന്റെ അഫ്ളൽ ഏതാണ്, പിന്നെ ഏതുവരെ ആകാം, പരമാവധി എത്ര വരെ, നെരിയാണി വരെ. അതിന് താഴെ അത് നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, ഇതിൽ അഫ്ളൽ എടുക്കുന്ന ഡോക്ടറെ, ഇതിൽ അഫ്ളൽ എടുക്കുന്ന എഞ്ചിനീയറെ, അതിൽ നിന്ന് താഴെ എടുക്കുന്ന ഡോക്ടറെ, എഞ്ചിനീയറെ, MSMലൂടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ എന്തിന് ഗുലുവാണെന്നും പറഞ്ഞ് പരിഹസിക്കണം. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അത് ചെയ്യണ്ട. പക്ഷെ ചെയ്യിപ്പിക്കുന്ന MSMനെയും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെയും പരിഹസിക്കരുത്. ഇത് ഹദീസിനോടുള്ള പുച്ഛമാകും കേട്ടോ. ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അദ്ദേഹം നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു. നീളൻ താടിയുള്ള, അതേപോലെ തന്നെ ഉമർ മൗലവി നീളൻ താടിയുള്ള ഉലുവാണെന്ന് അവർക്ക് തോന്നിയോ? നിങ്ങൾ എവിടെ നിന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ പഠിച്ചത്? നിങ്ങൾ എവിടെ നിന്നാണ് ഹദീസ് മനസ്സിലാക്കിയത്? അതേപോലെ തന്നെ വസ്ത്രം നിര്യാണിക്ക് മുകളിലായി അതേ ഉലുവെന്ന് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് തന്റെ പാന്റ്
അദ്ദേഹം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉലുവാണോ? ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, താത്വികരായ പണ്ഡിതന്മാർ ഈ ഉലുവായി ഇതിനെ കണ്ടിട്ടില്ല എങ്കിൽ സ്വഹാബത്തിന്റെ റൂട്ട്, താബികളുടെ റൂട്ട്, തബഉ താബികളുടെ റൂട്ട്, അതിൽ തന്നെ നമ്മൾ അണിനിരക്കുക. ഇതേ പ്രവണതയാണ് സഹോദരന്മാരെ സലാം സുല്ലമിയുടെ അതേത് കടമെടുത്തു. ഇങ്ങനെ നിഷേധികൾ വളർന്നു വരുന്നു. എന്റെ സമയം അവസാനിക്കുകയാണ്. ബഹുമാന്യനായ സക്കരിയ സ്വലാഹി നമ്മളോട് സംസാരിക്കാനിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ. റുഖിയ ശറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മടവൂരികൾ ഇതിലേക്ക് ചാരന്മാരായി. അധിക പേരും സിദ്ദീഖ് എന്നാണ്. മിക്ക ജില്ലകളിലും സിദ്ദീഖുമാരുണ്ട്. അത് ബിരുദമെടുത്തവരും പണ്ഡിതന്മാരും സാധാരണക്കാരുമുണ്ട്. ഇവരൊക്കെ ഇതിൽ കയറി ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കുന്ന, അതേപോലെ തന്നെ കേന്ദ്രങ്ങളും മറ്റും അതുപോലെ തന്നെ പലതുമായി ശിർക്കിലേക്ക് ഇവർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തര് അത് ഏറ്റുപറയുന്ന ആരോപണ പ്രവണതകൾ. അതിലൂടെ സംഭവിക്കുന്നത് എന്താ? മടവൂരിസം തന്നെ തിരിച്ചു വരികയാണ്. നിങ്ങൾ നോക്കുക, അബൂബക്കർ നസ്സാഫ് എന്ന് പറയുന്ന അലിമദനിക്ക് ശേഷം, അതേപോലെ തന്നെ കരിമ്പിലാക്കലിന് ശേഷം അവരൊക്കെ പറഞ്ഞവസാനിപ്പിച്ചത് വീണ്ടും എടുത്തുകൊണ്ട് ചോദിക്കുന്ന ഒരു നിഷേധ ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് മടവൂരികളായ ഞങ്ങൾക്ക് ജിന്ന് കയറാത്തത്? അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. എന്താ മടവൂരികളെ മേത്തെന്താ ജിന്നുകൾ കയറി കൂടാത്ത? എന്താ നമ്മളെത്ര പേടി അല്ലേ? ഞാൻ പ്രസംഗിക്കാൻ പോയത് മുഴുവൻ ചോദിക്കരുത്. ഈ മഹലിൽ മടവൂരികളെ ആരെങ്കിലും മേത്ത് ഇങ്ങനെ കയറി കൂടിയാണ്? ഒരൊറ്റ നിന്റെ മേത്ത് അള്ളാന്റെ തോപ്പി കൊടുത്തിനെ കയറി കൂടിയില്ല. നിങ്ങളുടെ മേത്ത് കയറി കൂടിയോ? മൂപ്പര് ഫോണിൽ പറയണം, ഞാൻ കരുതി അവിടെ കയറി കൂടി. എന്റെ വെല്ലുവിളി ആകെ ബാത്തിലായോന്ന് കരുതി. ഇല്ല, കണ്ടോ? അപ്പൊ മൂപ്പരെ വെല്ലുവിളി എന്താണ്? മേത്ത് കയറി കൂടൂല, സിഹിർ ഫലിക്കില്ല, അതേപോലെ തന്നെ കണ്ണേറ് ബാധിക്കില്ല, വെറും വസ്വാസ് മാത്രമേ ഉണ്ടാക്കാവൂ. ഇതാണ് പിശാചിന്റെ കഴിവ് എന്നാണ്. അപ്പൊ നിഷേധമാണ്. സഹിഹായ ഹദീസിൽ സിഹിർ ഫലിക്കുമെന്നും കണ്ണേറ് ബാധിക്കുമെന്നും അങ്ങനെ ഉണ്ടായാൽ എന്താണ് ഇസ്ലാമിക ചികിത്സ എന്നും കൃത്യമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ആ മരത്തിലെ പഴം തിന്നാൻ വേണ്ടി വസ്വാസ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് വസ്വാസ് ബാധ അതുണ്ടായപ്പോൾ വടിയെടുത്തിട്ട് എവിടെ ബാധിച്ചത്? അടിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അന്നൊരു കലിമ പഠിപ്പിച്ചു കൊടുത്തു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. കേട്ടോളൂ നിങ്ങൾ. പിന്നെ അവന്റേത് ഹദീസിൽ വന്നിട്ടുള്ളത് അവന്റെ ഹമസ്, നഫസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഉദിക്കുന്ന ഒരു ചെറിയ പ്രശ്നം ഇപ്പൊ കാര്യമായിട്ടുള്ളതാണല്ലോ. പിശാചിന് ഇങ്ങനെ ബാധ ഉണ്ടാകുമോ, ബാധിക്കുമോ എന്നുള്ളതാണ്. അതിൽ ഖുർആനിൽ വന്നത് അപ്പടി ഞാൻ അങ്ങനെ തന്നെ എടുത്തു പറയാം. ഖുർആനിൽ വന്നത് ഒന്ന് വസ്വാസ്. ആ വസ്വാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ബാധ എന്താണോ അതുണ്ട്. ഖുർആൻ ഉപയോഗിച്ചൊരു പദപ്രയോഗം അതാണ്. അതാർക്കും പരിശോധിച്ചു നോക്കാം അത് എന്താണ് എന്നുള്ളത്. എന്താണ് ആ വസ്വാസ്? അത് തെറി എന്ന് ഖുർആൻ തന്നെ പിശാചിനെ പറ്റി വേറൊരിടത്ത് പറഞ്ഞല്ലോ. പിശാച് അവരെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ മൗലിയരാണ് നിങ്ങളെടുത്ത് എന്നുള്ള അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗുണകാംക്ഷിയായിട്ട് വന്നതാണ്, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഉപദേശമാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ആ വൃക്ഷത്തിന്റെ പഴങ്ങൾ പറിച്ച് തിന്നോളി, അത് തിന്നണ്ടാന്ന് അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തിന്നാൻ നിങ്ങൾ എന്നും ഇവിടെ തന്നെ നിൽക്കും, നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരില്ല, നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് തിന്നണ്ടാന്ന് പറഞ്ഞത്. ഇതാണ് പിശാച് അവർക്ക് നൽകിയിട്ടുള്ള വസ്വാസ്. അപ്പൊ ഈ ദുർബോധനം, ഈ വസ്വാസ് അവരെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഈ വസ്വാസ്, ഈ ദുർബോധനം അത് കേട്ട് പിശാചിനെ പിൻപറ്റി. അതാണ് ആദം ഹവ്വ ചെയ്തിട്ടുള്ള തെറ്റുകൾ. അങ്ങനെ ഒരു വസ്വാസ് ഏറ്റപ്പോൾ അതിന് അള്ളാഹ് ഒരു വടിയിട്ട് ഒരാളെ പറഞ്ഞയച്ചിട്ടില്ല. എങ്ങനെയാണ് ആ വസ്വാസാകുന്ന ബാധ ഒഴിവായത്? അള്ളാഹിന്റെ അടുത്ത് നിന്ന് ചില വാക്യങ്ങള് പഠിച്ചു. എന്താണ് ആ വാക്യം? ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. കണ്ടല്ലോ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഹവ്വാ ബീവിക്കും വസ്വാസ് ബാധയുണ്ടായപ്പോൾ, വസ്വാസ് ബാധ തന്നെ, പക്ഷേ സിഹിർ ബാധയല്ല വസ്വാസ്. അതേപോലെ തന്നെ കണ്ണേറ്, ആ കണ്ണേറ് ബാധ യഥാർത്ഥത്തിൽ വസ്വാസ് അല്ല, ഇത് വേറെയാണ്. ഈ വസ്വാസുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കെലിമ പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ പൊറുക്കലിനെ തേടി, അല്ലാതെ വടിയേറ്റ് പോയില്ല. വടിയേറ്റ് പോകണമെന്നോ അടിച്ചിറക്കണമെന്നോ അതേപോലെ തന്നെ ആ രീതിയിലുള്ള തെറ്റായ ചികിത്സാ രീതികളെ അംഗീകരിക്കുന്നവരോ വേണമെന്ന് പറയുന്നവരോ അല്ല യഥാർത്ഥ മുജാഹിദുകൾ. പക്ഷെ ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനെ നിഷേധിക്കുന്ന പ്രവണത, ഹദീസ് നിഷേധ പ്രവണത,
ആരിൽ നിന്ന് വന്നാലും അതെത്ര വലിയവരാണെങ്കിലും സലഫികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് ഇത്തിബാഇ ചെയ്യുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നോക്ക്, റുഖിയ ശർഇയ്യ കേവല രോഗശമന പ്രാർത്ഥന മാത്രമാണ് എന്നാണ് ചില ആളുകൾ വാദിക്കുന്നത്. അതല്ല, മിമ്പറിൽ വെച്ചുകൊണ്ട് ഖത്തീബ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ മഹല്ലിലെ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് രോഗികളായി കിടക്കുന്ന, അവിടെയില്ലാത്ത വീട്ടിൽ കിടക്കുന്ന, ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി നമ്മുടെ ഖത്തീബ് രോഗശമന പ്രാർത്ഥന നടത്താറുണ്ട്. അത് റുഖിയയല്ല. എന്നാൽ രോഗിയുടെ മുമ്പിൽ വെച്ച് രോഗിയെ തടവി രോഗിക്ക് തൊട്ടുകൊടുത്ത് തൊടാൻ അനുവദിച്ച രോഗിയാണെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ ആയത്തോതി ഊതിക്കൊടുക്കാൻ കഴിയുന്ന, തൊടാൻ ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ശൈത്വാനിൻ യുദീക് അല്ലാഹു യശ്ഫീക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പഠിപ്പിച്ചു കൊടുത്ത ബാധയേറ്റാലുള്ള ചികിത്സ എന്ത് എന്ന് സ്വഹീഹായ ഹദീസിലുണ്ട്. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ റുഖിയ നടത്തുന്നു, അല്ലാഹുവാണ് ശിഫ നടത്തുന്നത്. ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ശൈത്വാനിൻ യുദീക് അല്ലാഹു യശ്ഫീക്. ഈ റുഖിയ നടത്തുന്നവനല്ല ശിഫയാക്കുന്നത്, അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ ആയത്തുകൾ, സ്വഹീഹായ ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ, അല്ലാഹുവിന്റെ അസ്മാഉകൾ, ഇവ വെച്ചുകൊണ്ടുള്ള റുഖിയ ശർഇയ്യ ഉണ്ട്. അത് ചങ്കിൽ ചവിട്ടലാണ്. അതേപോലെ തന്നെ ആയത്ത് തെറാപ്പി, ഖുർആൻ തെറാപ്പി, ഹദീസ് തെറാപ്പി, ക്ലിനിക്ക്, ഭാര്യ ഭർത്താക്കന്മാരുടെ രഹസ്യം ചോർത്തിയിട്ട് അതിൽ നിന്ന് ആസ്വാദനം കാണൽ എന്നൊക്കെയാണ് ഇപ്പൊ പുതിയ ഡോക്ടറായ സ്വലാഹിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് നിഷേധിക്കാനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നിഷേധ പ്രവണതയെ അംഗീകരിക്കുന്നില്ല. സമ്മേളന സ്റ്റേജുകളിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വീടുകളിലും ഹോസ്പിറ്റലിലുള്ള രോഗികളായ പണ്ഡിതന്മാർക്ക് വേണ്ടിയും പ്രവർത്തകർക്ക് വേണ്ടിയും നമ്മുടെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, പ്രബോധകർ പ്രാർത്ഥിക്കാറുണ്ട്. അത് രോഗശമന പ്രാർത്ഥനയാണ്, റുഖിയ ശർഇയ്യ അല്ല. അത് വേറെ, ഇത് വേറെ. പക്ഷെ ഇത് രണ്ടും ഒന്നാക്കിയിട്ട് നിഷേധ പ്രവണത ജംഇയ്യത്തുലമയുടെ പേരിൽ ഇറക്കിയ പുസ്തകത്തിൽ പോലുമുണ്ട്. അത് തെറ്റാണ്, അതിൽ ചില അബദ്ധങ്ങളുണ്ട്, തിരുത്തണമെന്ന് അതേ നസിഹത്തുള്ള ആലിമീങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പരിഹരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കത് പ്രതീക്ഷിക്കാം. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ ദുആഇന്റെ പ്രാർത്ഥനയുടെ അധ്യായത്തിലല്ല ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരെ മറിച്ച് സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുത് തിബ്ബ്, ചികിത്സയുടെ അധ്യായം, അതിലാണ് ഇത് കൊടുത്തത്. ബാബു റുഖാ ബിൽ ഖുർആനി വൽ മുഅവ്വിദാത്ത്, അല്ലേ? ഖുർആൻ കൊണ്ടും അതേപോലെ തന്നെ മുഅവ്വിദാത്തുകൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ റുഖിയ ചെയ്യുന്നതുമായി ഇസ്ലാം അംഗീകരിക്കുന്ന റുഖിയ, അത് വിശദീകരിക്കുന്ന അധ്യായത്തിൽ ഈ ഹദീസുകൾ പണ്ഡിതന്മാർ കേന്ദ്രീകരിച്ചു. തുർമുദിയിൽ നമുക്ക് കാണാം, കിതാബുത് തിബ്ബിൽ തന്നെ മാ ജാഅ ഫി റുഖിയതി മിനൽ ഐൻ, കണ്ണേറ് സംഭവിച്ചാലുള്ള റുഖിയ എന്ന അധ്യായം, അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ക്രോഡീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എങ്ങനെയാണോ പ്രമാണങ്ങളിലുള്ളത് അതുപോലെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അതിനെ ചില ആലിമീങ്ങളിലൂടെ, ചില പണ്ഡിതന്മാരിലൂടെ പറയിപ്പിക്കുന്നു. ഭാവിയിൽ ഇവിടെ ചവിട്ടി ചികിത്സ വരെ വരും. ഹനീഫ് കായക്കൊടി പറയട്ടെ, ഈ ജാമ്യയിൽ വെച്ച് സംസാരിച്ചതാണ്, വെറുതെ ആരോപിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമില്ല. കേട്ടോളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ അടിച്ചിറക്കി ചികിത്സിക്കലാണ്. ഇപ്പൊ അവിടുന്ന് മാറി ഇനി ചവിട്ടി ചികിത്സയാ വരാൻ പോകുന്നത്. ചവിട്ടി ചികിത്സയാണ്. ജംഇയ്യത്തുൽ ഉലമയുടെ ബുക്ക് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ലഘുലേഖ ജംഇയ്യത്തുൽ ഉലമക്കും അത് ഒപ്പിട്ട് കൊടുത്തു. ഞാൻ വേണമെങ്കിൽ ചോദ്യം വരികയാണെങ്കിൽ പിന്നീട് വിശദീകരിക്കാം വിഷയം. അതിൽ പറയാ, ഇനിയും തെളിവ് വേണോ എങ്കിൽ ഒന്നുകൂടി കാണുക. അബൂ ഹുറൈറ തന്റെ റളിയല്ലാഹു അൻഹു തന്റെ പഴയകാല കഷ്ടപ്പാടുകൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ലഖദ് റഅയ്തുനി വ ഇന്നി ലഅഖിറു ഫീമാ ബൈന മിൻബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുജ്റതി ആയിഷ മഗ്സിയൻ അലയ്യ ഫയജീഉൽ ജാഇ ഫയളഉ റിജ്ലഹു അലാ ഉനുഖി വയറാ അന്നി മജ്നൂൻ വമാ ബി മിൻ മജ്നൂൻ മാ ബി. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിനും ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിനും ഇടയിൽ ബോധരഹിതനായി വീണിരുന്ന രംഗം കാണുകയാണ്. അപ്പോൾ വരുന്നവൻ വന്ന് എന്റെ ചങ്കിൽ അവന്റെ കാല് വെക്കും. ഞാൻ ഭ്രാന്തനായി കാണപ്പെട്ടിരുന്നു, എന്നാൽ എനിക്ക് ഭ്രാന്തായിരുന്നില്ല, എനിക്ക് വിശപ്പ് മാത്രമായിരുന്നു. മാബി ഇല്ലൽ ജൂ. അപ്പോൾ വിശപ്പ് സഹിക്കാൻ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇനി ചവിട്ടി ചികിത്സ വരാൻ പോവുകയാണ് ഇവിടെ. അതിനെതിരെയാണ് അബ്ദുറഹ്മാൻ സലഫി, അതിനെതിരെയാണ് അനസ് മുസ്ലിയാർ, അതിനെതിരെയാണ് ഞങ്ങൾ. ഈ മൂവർ സംഘമാണല്ലോ ഇപ്പൊ ജംഇയ്യത്തുൽ ഉലമ. ആ രീതിയിൽ പുസ്തകമിറക്കിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ
ആരാണ് അടിച്ചിറക്കാനും ചവിട്ടി ചികിത്സിക്കാനും പറഞ്ഞത്? അത് പാടില്ല എന്നല്ലേ 2011 21/6/2011 പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ വെച്ച് രാവിലെ 9 മണി മുതൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ വെച്ച് ലൈബ്രറിയിൽ വെച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിന്റെയും സാന്നിധ്യത്തിൽ ജിന്നുബാധ, റുഖിയ ശർഇയ്യ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും KNM KJ മുമ്പാകെ സമർപ്പിക്കുന്നതിനുമായി അവർ ഏകകണ്ഠമായി അംഗീകരിച്ച് ഒപ്പുവെച്ച കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ട് തീരുമാനമെടുത്തല്ലോ. അതിൽ ഒന്നാമത്തെ തീരുമാനം എന്താ? ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങൾ കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശർഇയ്യ. റുഖിയ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. സ്വയം ചെയ്യലേ ഉള്ളൂ, മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്ന പരിപാടിയേ ഇല്ല എന്ന് പറയുന്ന അകലാനികളാണ് കൂടെയുള്ളത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ മുജാഹിദുകൾ ശ്രമിക്കുകയാണ്. റുഖിയ നിർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ താൻ റുഖിയ ചെയ്യുന്നവനാണെന്ന് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിൽ മാതൃകയില്ല. കൂലി നിശ്ചയിക്കുന്നതിനും ന്യായമില്ല. ജിന്നുബാധയുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതോടൊപ്പം റുഖിയ ശർഇയ്യ ചെയ്യാവുന്നതാണ്. ഇത് കേവിക്ക് യഥാർത്ഥത്തിൽ കഴിക്കും, അല്ലെ, മനം പുരട്ടും. അതേപോലെ തന്നെ കേവിയെ പോലുള്ള നിഷേധികൾക്ക് നിഅമത്തുല്ലാ ഫാറൂഖി, അതേപോലെ തന്നെ സിദ്ദീഖ് അൻസാരി, ഇതുപോലെ ഒരുപാട് നിഷേധികൾ, അവർക്കൊക്കെ ഇത് മനം പുരട്ടും. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് സംരക്ഷിക്കാം. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാ റുഖിയ ശർഇയ്യ എത്രത്തോളം ആകണമെന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതും ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ്. അത് ബോധ്യപ്പെടുത്താത്തതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. 11-ാം തീരുമാനം. 12 റുഖിയ ശർഇയ്യ നിർവഹിക്കുന്ന വേളയിൽ പ്രമാണ വിരുദ്ധമായതിനാൽ ഒഴിവാക്കണമെന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഉദാഹരണം, പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കൽ, റുഖിയക്ക് വേണ്ടി കാസറ്റുകളും CD-കളും ഉപയോഗിക്കൽ, മൈക്ക് സെറ്റ് ഉപയോഗിക്കൽ, അന്യസ്ത്രീകളുമായി തനിച്ചാകലും സ്പർശിക്കലും. വളരെ ക്ലിയറാണ്. ഇതിൽ ഒരു അബദ്ധ വാദം എന്താന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പിശാച് ബാധ ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂന്ന് തീരുമാനത്തിലുണ്ട്. പക്ഷെ ഈ ഉറപ്പിച്ച് എന്നത് മാറ്റിയിട്ട് റസൂലുള്ളാഹിക്ക് മാത്രമേ പറയാൻ പറ്റൂ എന്ന് ഒരാൾ പറയുകയും അണികൾ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെയല്ല. KM മൗലവി മുമ്പേ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം 2008 പുറത്തിറക്കിയ KM മൗലവിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ഫത്വകൾ എന്ന പുസ്തകത്തിൽ 18-ാം പേജിൽ KM മൗലവി പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മേൽ പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാച് ബാധ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. ഇതാണ് നമ്മുടെ നേതാവിന്റെ, കേരളത്തിലെ നേതാവിന്റെ KM മൗലവിയുടെ നവമടപൂരികളായ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്. യാഥാസ്ഥികതയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നവോത്ഥാനത്തിന്റെ നേതാവായ KM മൗലവി അംഗീകരിക്കുന്ന കാര്യമാണിത്. അതേപോലെ തന്നെ അമാനി മൗലവി അംഗീകരിച്ച കാര്യമാണ്. ഇസ്ലാമിക ജീവിതത്തിൽ അത് കാണാം, അവിടുത്തെ തഫ്സീറിൽ അത് കാണാം. ഞാൻ അവസാനിപ്പിക്കുന്നു. സത്യമായി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. ഹക്ക് നമുക്ക് അല്ലാഹു ബോധ്യപ്പെടുത്തി തരുമാറാവട്ടെ. മരിക്കുവോളം ഹക്കിൽ അല്ലാഹു നമുക്ക് ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.